അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസ നിമിത്തം മാത്രമേ നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയുമില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. ഒരു സംഭവം, ഒരു ജാതി എന്ന് പറയുമ്പോഴത്തേക്കും കൂടി നിൽക്കുന്ന ഒരു കൂട്ടങ്ങളെ ജാതി എന്ന് പറയാറുണ്ട്. നമ്മളെ പോലെയുള്ളവർ പക്ഷെ രക്ഷിക്കപ്പെടാത്തവരെ പറയാറുണ്ട്. പഴയ നിങ്ങളുടെ അടുത്ത് പഠിക്കുമ്പോഴാണ് അങ്ങനെ പറയുന്നത്. പുതിയ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ ജാതി എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ജനത്തെയാണ് കാണിക്കുന്നത്. എന്തുവായാലും ഒരു കൂട്ടം പ്രശ്നങ്ങളെ കുറിച്ചാണ് യേശു കർത്താവ് പറയുന്നത്. ഒരു കൂട്ടം പ്രശ്നത്തെ കുറിച്ചാണ് അവിടെ യേശു കർത്താവ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കൂട്ടത്തെ കുറിച്ച് പറയുന്നത് ഒരു സാധാന്യ സാമ്രാജ്യത്തെ കുറിച്ചാണ്. പൈശാചിക മേഖലകളെ കുറിച്ച് യേശു കർത്താവ് പറയുകയാണ്, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. അപ്പോൾ യേശു കർത്താവ് അവിടെ നമ്മൾ പറയുമ്പോൾ രണ്ട് കാര്യം മനസ്സിലാക്കണം. അതിന്റെ മുമ്പിൽ നിന്ന് വായിക്കുമ്പോൾ 14 മുതൽ വായിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകും. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും വെള്ളത്തിലും വീണു വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു. ഇനി ഞാൻ അതിനെ ചുരുക്കമായിട്ട് പറഞ്ഞുവിടാം. അപ്പം യേശു കർത്താവ് വെള്ളത്തിലും തീയിലും വീഴുന്ന, അതിനെ തള്ളിയിടുന്ന മറ്റൊരു സുവിശേഷത്തിലുണ്ട്. ഇപ്പൊ തള്ളിയിടുന്നു. അപ്പം ഈ വീടുന്ന ആ മനുഷ്യനെ മേൽ പിടിച്ചിരിക്കുന്ന ഒരു രോഗത്തെ ഒരു ജാതി എന്ന് യേശു കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ആ രോഗത്തെ സൗഖ്യമാക്കാൻ പറ്റാത്തത് കൊണ്ട് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് അവർക്ക് സൗഖ്യമാക്കാൻ പറ്റാത്തത് കൊണ്ട് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് യേശു സൗഖ്യമാക്കി. എന്നിട്ട് ശിഷ്യന്മാർ തനിയെ ചോദിക്കുകയാണ്, കർത്താവെ, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് സാധിച്ചില്ല? അപ്പം അവിടെ പറയുകയാണ്, അവിടെ അന്നേരമാണ് നമ്മളത് വായിച്ചത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ. ഇല്ല, എന്റെ 17-ാമത്തെ വാക്യം വെച്ചു. അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവൻ എന്റെ അടുക്കൽ കൊണ്ടുവരുവേൻ എന്ന് പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അതവനെ വിട്ടുപോയി. ബാലൻ ആ നാഴിക മുതൽ സൗഖ്യം വന്നു. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്ന്, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാനത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം മാത്രമേ നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയുമില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. ഇനി ശ്രദ്ധിച്ച് കേട്ടോണേ. ഇപ്പൊ നമ്മൾ വായിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ ഇനി ഞാൻ ഇച്ചിരി കൂടെ കൃത്യമായിട്ട് പറയാം. അപ്പൊ പ്രാർത്ഥനയാലും ഉപവാസത്താലും എല്ലാം നീങ്ങിപ്പോകത്തില്ല. അപ്പൊ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ എന്തില്ലായിരുന്നു? പ്രാർത്ഥന ഉപവാസവും ഇല്ലായിരുന്നു. 1. 2, അതിന്റെ മുമ്പിൽ നിന്ന തലം എന്തായിരുന്നു? അവിശ്വാസം. ഈ 3 ഭാഗങ്ങൾ ഒരു വ്യക്തിയിൽ നിന്നും മാറിയാൽ ഞാൻ മനസ്സിലാക്കുന്നു അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അടയാളങ്ങൾ കാണാൻ തുടങ്ങും. ഓരോ വ്യക്തിയുടെയും നമ്മളുടെയൊക്കെ പലപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഈ രോഗസൗഖ്യത്തെ കുറിച്ചൊക്കെ പ്രസംഗിക്കുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ചിലർ ചോദിക്കുന്നത് അങ്ങനെ സംഭവിക്കത്തില്ല. ഒരാൾ എന്നോട് പറഞ്ഞാണ്, ഒരാളെന്നോട് പറഞ്ഞാണ്, പക്ഷെ ഇതെങ്ങനെ അങ്ങനെ ഇത്ര പെട്ടെന്ന് സംഭവിക്കുന്നു? ചിലർ ചോദിക്കുന്ന പ്രാർത്ഥന ഉപവാസം ഉണ്ടെങ്കിൽ നടക്കും. വിശ്വാസം ഉണ്ടെങ്കിൽ നടക്കും. ഇതില്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യം. ഞാൻ ഈ ബൈബിൾ എടുത്ത് വായിച്ചത് കൊണ്ടോ പഠിച്ചത് കൊണ്ടോ എൻ്റെ മേലെ അത്ഭുതം നടക്കണമെന്നില്ല. എൻ്റെ അകത്ത് വിശ്വാസത്തോട് ചേർക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ അവസാനത്തിലേക്ക് കയറി വരുമ്പോൾ പറയാം. വിശ്വാസം അതിനകത്തോട് ഒത്തിരി കാര്യങ്ങൾ ചേർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ പറയുന്നത്, യേശു പറയുന്നത് ഒരു ജാതിയെ കുറിച്ച് പറയുന്നത്, നമ്മൾ ഇനി പുതിയ നിയമസഭ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആരെയും ജാതികൾ എന്ന് പറയരുത്, പ്രാർത്ഥനയിൽ പോലും ഉപയോഗിക്കരുത്. ജാതികൾ എന്ന് ഉദ്ദേശിക്കുന്നത് പിശാചിനെയും അവന്റെ സമൂഹത്തെയുമാണ്. ഒരു മനുഷ്യനും അങ്ങനെയല്ല. ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്നവർ സഹോദരന്മാരാണ്. നമ്മൾ അങ്ങനെ മനോഭാവത്തെ കാണണം. നാളെ മുതൽ നമ്മുടെ മനോഭാവം ഇച്ചിരി അങ്ങ് മാറ്റണം. മാറ്റിയിട്ട് എല്ലാവരെയും കളർ വ്യത്യാസമന്യേ ഒന്നിനുമില്ല, എല്ലാത്തിലും വലിയ വ്യത്യാസങ്ങൾ വരുത്തി, നമ്മുടെ ചിന്തയ്ക്കകത്ത് വ്യത്യാസം വരുത്തി, കുലമഹിമകളൊന്നുമില്ലാതെ എല്ലാം. ഞാനൊരു കാര്യം പറയും. യേശു കർത്താവ് ഇങ്ങനെ പറയുന്നത്, തൻ്റെ രാജ്യത്വം മാറ്റിവെച്ചിട്ട്, സിംഹാസനം മാറ്റിവെച്ചിട്ട്, ലോകത്തിലേക്ക് മനുഷ്യ വേഷത്തിൽ വിളങ്ങി ഈ ഭൂമിയിൽ വന്ന് നമ്മൾക്ക് വേണ്ടി രക്ഷകനായി അത്ഭുതമായി തീർന്ന യേശു അതുപോലെ നമ്മളും അല്പം താഴാൻ
ആമേൻ നമ്മുടെ എല്ലാം വിട്ട് എല്ലാം വിട്ട് നമ്മൾ മാറി പുറത്ത് നമ്മൾ സഹോദര തുല്യം സ്നേഹത്തിലും വിശ്വാസത്തിലും വചനത്തിലും കൃപയിലും വളരാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ ശക്തീകരിക്കപ്പെടണം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഇച്ചിരി സൈലന്റ് ആയിട്ട് പറയും, ഇച്ചിരി നല്ലതുപോലെ മനസ്സിലാക്കി അഭിഷേകയുടെ കടന്ന് പിശാചിനെ നമ്മൾ പുറത്താക്കണം. കാരണം പിശാചിന്റെ പ്രവൃത്തി പല രോഗങ്ങളെ പലരിലും കൊണ്ടിടും. അത് എന്നിലും കൊണ്ടിടാം, നിങ്ങളിലും കൊണ്ടിടാം, മറ്റൊരാളിലും കൊണ്ടിടാം. പക്ഷേ അവിടെ വെച്ച് നമ്മൾ സ്വാതന്ത്ര്യം നേടി പുറത്തു വരണം. അതിനു വേണ്ടി ഇത് പറയുന്നത്. അപ്പോൾ ഇവര് ശിഷ്യന്മാർക്കും കഴിയണം, പ്രാർത്ഥിക്കുന്ന നമുക്ക് കഴിയണം, പ്രസംഗിക്കുന്ന എനിക്കും കഴിയണം. ഇല്ലേ, കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്തോ കഴിയണം. ഒരു അസുഖം വന്ന, ഒരു പ്രശ്നം വന്ന അതിനെ എന്തോ ചെയ്യണം, സൗഖ്യമാക്കാൻ, പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ഇതാ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം. അപ്പോൾ ഞാനിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നു ഒരു ഭാഗം ചേർത്ത് തൊട്ടുവിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. ഹല്ലേലൂയ. അതിനവിടെ പറയുന്നത് നിങ്ങളുടെ അവിശ്വാസം കോട്ടമുള്ള തലമുറ നിങ്ങളോട് കൂടെ ഞാൻ എത്രത്തോളം കൂടിയിരിക്കും എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ചന്ദ്രരോഗിയെ ദൈവം സൗഖ്യമാക്കി. എന്നിട്ട് ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കാൻ കൂടാഞ്ഞതെന്ത് എന്നിട്ട് പറയാണ്, അത് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ. ഹല്ലേലൂയ. ഇച്ചിരി അത്ഭുതങ്ങൾ കേറി നടക്കാൻ അല്ലെങ്കിൽ നിൽക്കാൻ, അതിനകത്ത് നിൽക്കാൻ ഒരു വഴി തുറന്ന് നമുക്ക് തരാൻ നമ്മൾ അടുത്ത മേഖലയിലേക്ക് കയറിയിട്ട് വളരെ പെട്ടെന്ന് ചിന്തിക്കും. ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യും ഇന്ന് പകൽ. ഞാനത് വിശ്വസിക്കുന്നു. സമയം കണ്ടതുപോലെ നമുക്ക് അതിനെ ഉപയോഗിക്കാം. നുഖങ്ങൾ, അടിമ നുഖങ്ങൾ തകരും. 2, ഹല്ലേലൂയ. ചില രേഖകളെ ചിലത് തള്ളും. 3, ഒരു അടിമത്തത്തിൽ നിന്ന് പുറത്തു വരും. അവർക്ക് എല്ലാം നമ്മൾക്ക് മനുഷ്യർക്ക് എഴുതിയിരിക്കുന്ന വിധി എഴുത്തുകളെ ദൈവം പുറത്തു. എന്നോട് സംസാരിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ ഇന്ന് പകൽ സംഭവിച്ചിരിക്കും ഓരോ വ്യക്തികൾക്കും വേണ്ടി. അതിന് നമ്മൾ ചിന്തിക്കുക, എന്തൊക്കെ ചേർത്ത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് വിശ്വാസത്തോടു കൂടെ നമ്മൾ ചേർന്ന് നിന്ന് മുമ്പോട്ട് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കാൻ. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം മുതൽ പെട്ടെന്നൊന്ന് വായിച്ച്. ഹല്ലേലൂയ. ഇതിനോട് വിശ്വാസത്തോട് എന്തൊക്കെ ചേർക്കണം നമുക്ക്. ചേർത്ത് വായിച്ചു. 2 പത്രോസ് 1-5. അതിനിമിത്തം നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോടു കൂടെ വീര്യവും വീര്യത്തോട് പരിചയം. ശ്രദ്ധിച്ച് കേട്ടോണമേ, നിങ്ങളുടെ വിശ്വാസത്തോട് കൂടെ എന്തോ ചേർക്കണം, വീര്യം ചേർക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തോട് എന്ത് ചേർക്കണം, വീര്യം ചേർക്കണം. അപ്പൊ ഈ ചിലരോട് ഈ വിശ്വാസത്തോട് വീര്യം ചേർക്കുന്ന പറയുമ്പോൾ എങ്ങനെ വിശ്വാസത്തോട് വീര്യം ചേർക്കുന്നത്? ചില ആൾക്കാരോട് പറയും, നമ്മൾ പറയാണ്, എടാ ഇവിടെ അപകടമാണ്, അതിലെ പോകരുത്. പക്ഷെ അവർക്കൊരു ധൈര്യമാണ്, ഒരു വീര്യം ഇല്ലേ? എന്താ വെച്ചാൽ അതൊന്നും സംഭവിക്കത്തില്ല, അവരിങ്ങോട്ട് പറയും. അപ്പൊ നമ്മൾ വീണ്ടും പറയും, പോകല്ലേ, എടാ ഒന്നും സംഭവിക്കില്ല, അവരപ്പുറം കിടക്കും. അതായത് അവരുടെ ഒരു വീര്യമാണ്. ഇനി ഇച്ചിരി എന്താ പറയുന്നത്, ഇച്ചിരി കൂടെ വീര്യത്തെ കുറിച്ച് പറയുന്ന വീര്യം. ഈ മരുന്നിനൊക്കെ നമ്മൾ പറയാണ്ട് വീര്യമുള്ള മരുന്ന് വെച്ചാൽ കടുപ്പമുള്ള, എന്നുവെച്ചാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇല്ലേ? നൈസ് അല്ല, ഇച്ചിരി കട്ടിയുള്ള, ഇച്ചിരി വീര്യം കൂടിയത്, കടുപ്പം കൂടിയത്, അങ്ങനെ ഇച്ചിരി കയറി വന്ന്. അപ്പോൾ എന്റെ വിശ്വാസത്തോടെ എന്തുണ്ടായിരിക്കണം, വീര്യം ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ വിശ്വസിക്കുക മാത്രമല്ല, ഒരു വിഷയം എന്റെ മുമ്പിൽ വന്നു, നിങ്ങളുടെ മുമ്പിൽ ഒരു വിഷയം വന്നു, ഞാൻ അതിൽ വിശ്വസിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്, ഇല്ലെന്ന് ഞാൻ ആരെയും പറയത്തില്ല, വിശ്വാസമുണ്ട്. പക്ഷെ ആ വിശ്വാസത്തോട് വീര്യം ചേർത്ത് നമ്മൾ അതിനോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മളൊക്കെ ചിലപ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ദൈവം ചെയ്യുമായിരിക്കും. അത് വീര്യമുള്ള പ്രാർത്ഥനയല്ല. നമ്മളൊക്കെ ദൈവം ചെയ്യുമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ അകത്ത് വീര്യമില്ല. എന്റെ അകത്ത് വീര്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുമായിരിക്കും എന്നല്ല പറയുന്നത്, ദൈവം അത് ചെയ്യും. ഹല്ലേലൂയ. ഒറ്റ വാക്ക് കേൾക്കുമ്പോൾ പിശാച് നടുങ്ങണം. ഇല്ലേ? ഹല്ലേലൂയ. ചിലരൊക്കെ കേൾക്കും, ചിലരുടെ ശബ്ദം കേൾക്കുമ്പോൾ ചിലരങ്ങ് നടുങ്ങും. ഇല്ലേ? ബൈബിളിൽ അങ്ങനെ ഉണ്ട്, ഒത്തിരി പേര് സ്ഥലത്തുണ്ട്. അപ്പൊ വിശ്വാസത്തോട് വീര്യം ചേർക്കണം. എന്ന് വെച്ചാൽ ചേർക്കേണ്ടത് ചേർത്താൽ മാത്രമേ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ചേർക്കേണ്ട ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. പുറകോട്ട് വരുമ്പോ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഞാൻ എന്റെ വിശ്വാസത്തോട് എന്ത് ചേർക്കണം, വീര്യം ചേർക്കണം. വീര്യത്തോട് എന്ത് ചേർക്കണം, പരിജ്ഞാനം ചേർക്കണം, അറിവ്, ദൈവത്തെ കുറിച്ചുള്ള അറിവ്. ദൈവഭക്തന്മാരിൽ എന്തൊക്കെ ദൈവം ചെയ്യുന്നു, അഥവാ ഒരു ഭക്തൻ പ്രാർത്ഥിച്ചാൽ ദൈവം ആ ഭക്തനിൽ കൂടെ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു അറിവ്, പരിജ്ഞാനം നമ്മുടെ അകത്തുണ്ടാകും. ഇല്ലേ? ഇപ്പൊ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന തന്റെ മക്കൾക്ക് ദൈവം എന്ത് കരുതിയിരിക്കുന്നു, അറിവ് നമുക്കുണ്ടായിരിക്കണം. ദൈവം എന്റെ മേൽ എന്ത് പകർന്നിരിക്കുന്നു, അറിവ് നമുക്കുണ്ടായിരിക്കണം. നമ്മളെ എന്തിന് വിളിച്ചിരിക്കുന്നു, ആ പരിജ്ഞാനം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ എങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിൽക്കണം, ആ പരിജ്ഞാനം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ആരോടുകൂടെ നടക്കണം, പരിജ്ഞാനം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ എങ്ങനെ സംസാരിക്കണം, പരിജ്ഞാനം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം, പരിജ്ഞാനം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ എങ്ങനെ വസ്ത്രം ധരിക്കണം, പരിജ്ഞാനം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ എങ്ങനെ നടക്കണം, പരിജ്ഞാനം നമുക്കുണ്ടായിരിക്കണം. നമ്മളെ ആരൊക്കെ നോക്കുന്നു, പരിജ്ഞാനം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ആരെയൊക്കെ നോക്കുന്നു, പരിജ്ഞാനം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ എങ്ങനെ നോക്കുന്നു, ഏത്
ഏത് കണ്ണോട് നോക്കുന്നു? പരിജ്ഞാനം നമുക്കുണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള നല്ല പരിജ്ഞാനമൊക്കെ ചേർത്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആമേൻ. ചില വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ടുണ്ട്. പരിജ്ഞാനം ഉണ്ടാകണം. അടുത്ത പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയം ഉണ്ടായിരിക്കണം. നമ്മുടെ കണ്ണുകൾ പലതിനെയും ജയിച്ചിരിക്കണം. ആമേൻ. ആമേൻ. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോടു കൂടെ ഇന്ദ്രിയ ജയത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒത്തിരി സ്ഥലങ്ങളുണ്ട് പറയാൻ. ആമേൻ. അതിലൊന്നും മുമ്പോട്ട് പോകാൻ എനിക്ക് സാധിക്കും തോന്നുന്നില്ല. എന്നാൽ ഞാൻ പറഞ്ഞു ഇവിടെ ഇന്ദ്രിയ ജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് കാണുമ്പോൾ തന്നെ പലതിനും ജയിക്കാൻ നമുക്ക് കഴിയണം. ആമേൻ. 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 ഇപ്പൊ നമുക്ക് വേണ്ടാത്തൊരു സാധനം, ഇപ്പൊ ഒരാൾ മാനസാന്തരപ്പെട്ടെന്നിരിക്കട്ടെ. ഒരു മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി ഏതിലാണോ മാനസാന്തരപ്പെട്ടത്, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ഉദാഹരണം പറയാൻ കൊള്ളാവുന്ന ഒരു ബീഡി വലിക്കുന്ന ഒരു മനുഷ്യൻ ആമേൻ. ഒരു ഉദാഹരണം പറയുമ്പോൾ ഞാൻ അതിനെ കുറച്ചും കൂടെ കയറി പറയാം. പണ്ട് നടന്നൊരു സംഭവം കൂടെ പറഞ്ഞുതരാം. ആമേൻ. കൂട്ടത്തിലിരുന്ന് ഒരു ബീഡി വലിക്കുന്ന മനുഷ്യൻ ഉണ്ടായിരുന്നു. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ച് എഴുന്നേറ്റുന്നുണ്ട്. ഈ കൂടി ഈ മനുഷ്യൻ എഴുന്നേറ്റ് ആരാധിച്ച് അരയ്ക്ക് വീടി കെട്ടുണ്ടായിരുന്നു. നൃത്തം ചെയ്ത് ആരാധിച്ചപ്പം അരേന്ന് വീടി കെട്ടഴിഞ്ഞ് താഴെ പോയി. അമ്മേൻ പറഞ്ഞില്ലല്ലേ? ഹല്ലേലൂയ. അപ്പോഴാണ് ഈ മനുഷ്യനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായത്. അപ്പൊ നമുക്ക് കാഴ്ചയിൽ ഇന്ദ്രിയ ജയം, അമ്മേൻ, അത് നമ്മൾ അതിൽ നിന്ന് മാനസാന്തരപ്പെട്ട ആൾ എന്തിനാ അതിനെ കാണുമ്പോൾ വീണ്ടും നമ്മൾ ചെയ്യാൻ പാടില്ല, ആകർഷിക്കാൻ പാടില്ല. ഇത്രയും ഞാൻ പറഞ്ഞു വന്നുള്ളൂ. സാരം ഇത്രയേ ഉള്ളൂ. ഞാൻ എന്താണോ വിട്ട് മാനസാന്തരപ്പെട്ടത് അതിനെ ഞാൻ വീണ്ടും കാണുമ്പോൾ എന്റെ കണ്ണ് അതിനെ ആകർഷിക്കരുത്. അവിടെ ജയം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഏത് പാപമാണോ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുമ്പോൾ എന്നിൽ ആകർഷണം ചെലുത്തുന്നത്, ആ ഭാഗത്തെ ഞാൻ ജയിക്കാൻ എനിക്ക് കഴിയണം. ഹല്ലേലൂയ. ആമേൻ. ഒരു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ നേടണമെങ്കിൽ ഞാൻ എവിടാണോ നിന്നത് അവിടെ നിന്ന് ഇപ്പുറം വരുമ്പോൾ, എനിക്ക് ഇപ്പുറം വന്നു നിന്നപ്പോൾ ഞാൻ വീണ്ടും അതിനെ കണ്ടാൽ ഞാൻ അതിനെ ജയിക്കാൻ കഴിയുമെങ്കിൽ, അങ്ങനെ ഒരു ഇന്ദ്രിയ ജയം ഉണ്ട് എങ്കിൽ ഞാൻ വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനത്തോട് കൂടെ ഇന്ദ്രിയ ജയവും കൂടെ കേറ്റിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുകയുള്ളൂ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയാൽ ആമേൻ പറഞ്ഞ് ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇച്ചിരി വ്യത്യസ്തമായിട്ട് നമ്മൾ എന്തോ ചെയ്യണം? വിശ്വസിക്കണം. ആമേൻ. ഇന്ന് നടക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, നടക്കാത്ത ചില ബുദ്ധിമുട്ടുകൾ നമ്മുടെ മേലുണ്ടെങ്കിൽ, എത്ര പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ, എന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി ദൈവസന്നിധിയിൽ ഒന്നുകൂടെ ഉറച്ചങ്ങ് പ്രാർത്ഥിക്കണം. എന്റെ മുമ്പിൽ നടക്കുന്നത് എന്റെ ദൈവമാണ്. എന്റെ കരം പിടിച്ചതെന്ന് എനിക്ക് വേണ്ടി വഴി തുറക്കുന്നത് എന്റെ ദൈവമാണ്. ആ ദൈവം പിതാക്കന്മാരിൽ അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ, പഴയ കാലങ്ങളിൽ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, ഇന്നലകളും ഇന്നുകളും അത്ഭുതങ്ങൾ നടക്കുന്നെങ്കിൽ, നാളുകളും അത്ഭുതങ്ങൾ നടക്കുമെന്ന്, അവൻ പ്രതികൂലങ്ങളെ തകർക്കുമെന്ന്, മുമ്പിലുള്ള തടസ്സങ്ങളെ ജയിക്കുമെന്ന്, അവൻ എല്ലാ മതിലുകളും ചാടി കടക്കുമെന്ന്, ഏത് ഇരുട്ടിന്റെ അധികാരത്തെ തോൽപ്പിക്കുമെന്ന്, അവൻ നമ്മുടെ അകത്തൊരു പൂർണ്ണ വിശ്വാസം വെളിപ്പെടണം. ആ വിശ്വാസം വെളിപ്പെടണമെങ്കിൽ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ദ്രിയ ജയം. ഇന്ദ്രിയ ജയമുള്ള മനുഷ്യൻ സകലത്തെയും ജയിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ആമേൻ. 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 അപ്പോൾ നമ്മുടെ ഇന്ദ്രിയ ജയം ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, നമ്മളെ ഇനി തളർത്താൻ ഒരു സാധനത്തിന് പറ്റത്തില്ല. നേരത്തെ ജയമില്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു കാര്യം, എന്നെ ഒരാൾ അടിക്കാൻ വരുമ്പോൾ ഒരു കാര്യം, നേരത്തെ ഞാൻ ഇന്ദ്രിയ ജയമുള്ള മനുഷ്യനല്ല, ജയമുള്ള മനുഷ്യനല്ല. അടിക്കാൻ വരുന്നവൻ എന്നെ അടിച്ചു തോൽപ്പിച്ചത് കണ്ട മനുഷ്യനും വീണ്ടും അടിക്കാൻ വരുമ്പോൾ ഞാൻ എന്തോ ചെയ്യുന്നു, ഇതേ കാഴ്ചപ്പാടാണ് എനിക്കുള്ളതെങ്കിൽ വീണ്ടും ഞാൻ തോൽക്കുമെന്ന് വിചാരിച്ച് ഞാൻ പുറകോട്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്റെ കണ്ണിൽ ഇന്ദ്രിയ ജയം വന്നു കഴിഞ്ഞാൽ, അവൻ ജയിക്കുന്ന പ്രവൃത്തികളെ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ ഒരാളെ ജയിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, മനസ്സിലായി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും എനിക്ക് മുമ്പോട്ട് ജയിക്കാൻ കഴിയും. ഇനി പറയുന്നത്, ഇനി നമ്മളൊരു കാര്യം പറയാം. നമ്മുടെ കണ്ണിൽ ഇന്ദ്രിയ ജയമുണ്ടെങ്കിൽ നമ്മൾ ജയത്തെ മാത്രമേ കാണത്തുള്ളൂ, ഒരു പരാജയത്തെ കാണത്തില്ല. എവിടെ വെച്ചും എന്റെ കാഴ്ചക്കകത്ത് ജയമില്ലാത്ത ഏതെങ്കിലും കാഴ്ചകൾ എന്റെ മുമ്പിൽ വന്നാൽ, അല്ലെങ്കിൽ എന്നെ പരാജയപ്പെടുത്തുന്നത് എന്തെങ്കിലും വന്നാൽ, എന്റെ കണ്ണ് ഇന്ദ്രിയ ജയം പ്രാപിച്ചിരിക്കുകയാൽ പിന്നെ എന്നെ പരാജയപ്പെടുത്താൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. മനസ്സിലായോ? ഈ ഭാഗത്ത് നമ്മൾ വളർന്നു വരണം. ഇനി ഇന്ദ്രിയ ജയത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത്, ഇന്ദ്രിയ ജയം ഇല്ലാത്തവർ ഇന്ദ്രിയ ജയം പ്രാപിച്ചോണം, അതിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ദൈവസന്നിധിയിൽ അത് വിലയേറിയതാണ്. സുവിശേഷത്തിൽ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെയുണ്ട്, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയാണ് എങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളയുക. രണ്ട് കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി നിത്യരാജ്യത്തിൽ പ്രവേശിക്കുന്നത് നിനക്ക് നല്ലത്, നന്മയിൽ കിടക്കുന്നത് നിനക്ക് നല്ലത്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ? കണ്ണിന് ജയമില്ല, ഇല്ലേ? ജയമില്ല. ഇനി പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, കേൾവി ഇന്ദ്രിയങ്ങളിൽ ഒന്നാണ്, മൂക്ക് ഇന്ദ്രിയങ്ങളിൽ ഒന്നാണ്, അധരം ഇന്ദ്രിയങ്ങളിൽ ഒന്നാണ്. നമ്മുടെ പല സംഭവങ്ങളും അതിനൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മുടെ കേൾവി എന്തായിരിക്കണം? കേൾവിയിലും ജയം വരണം.
ഇനി ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളടുത്ത് പറയാണ്, അമ്മ നിങ്ങൾ നല്ലതുപോലെ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളൊരു അതേപോലത്തെ ഒരാളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ ഈ വിഷയത്തിനൊക്കെ പ്രാർത്ഥിച്ച് എനിക്ക് നടന്നില്ലെന്ന് പറഞ്ഞ എന്താ നമ്മുടെ കേൾവിയിൽ എന്തായിരിക്കണം? അതിന് ജയം ഉണ്ടായിരിക്കും. ആ വാക്ക് നിങ്ങൾ വിശ്വസിക്കരുത്. ആമേൻ. ഇല്ലേ, വിശ്വസിക്കരുത്. കേൾവി. ഇനി നമ്മളോട് പറയാണ്, രോഗമായിട്ട് കിടക്കുകയാണ്, രോഗത്തിന്റെ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കിടക്കുകയാണ്. ആമേൻ. ആ കിടക്കുന്ന വ്യക്തിയോട് നമ്മൾ പറയുകയാണ്, അമ്മ എന്നോട് വന്ന് പറയട്ടെ കേട്ടോ, ഇതുപോലെ കിടന്നിട്ട് അയാൾ മരിച്ചു കേട്ടോ. ഒരു വാക്ക് കേട്ടാ നമ്മുടെ കേൾവിയിൽ ജയം ഉണ്ടായിരിക്കണം. ഇതേപോലെ രോഗം പിടിച്ച ആള് ജയിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. മരിക്കാതെയല്ല, ജീവരക്ഷ പ്രാപിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതായിരിക്കണം നമ്മുടെ അകത്ത് ജയം വേണ്ടായിരിക്കണം. ഇനി ഒരാൾ നമ്മളെ ചീത്ത വിളിക്കുകയാണെന്ന് ഇരിക്കട്ടെ, ചീത്ത വിളിക്കുമ്പോഴും നമ്മുടെ അകത്ത് എന്തുകൊണ്ടായിരിക്കണം? ആ കേൾവിയിൽ ജയം ഉണ്ടായിരിക്കണം. പ്രതികരിക്കരുത്. അമ്മ ഇന്ദ്രിയ ജയങ്ങൾ എന്ന് പറയുന്നത് വല്ലാത്തതാണ്. അമ്മ കേൾവിക്കകത്ത് ഞാൻ ചിലപ്പോഴൊക്കെ അവരതിനെ മറന്നുപോകും. ചിലരിൽ വെള്ളം വീഴുന്നവരങ്ങ് പൊക്കണം. ഹല്ലേലൂയ. അമ്മ പണ്ടൊരാൾ ഒരു ദൈവദാസൻ പ്രസംഗിച്ചതാണ്. അമ്മ ഒരാൾ ഭയങ്കര ചീത്ത വിളിച്ചപ്പോൾ ഇദ്ദേഹം ഇപ്പുറത്തുനിന്ന് കേട്ടോണ്ടിരിക്കുന്ന ആൾക്ക് പ്രതികരിക്കാൻ വയ്യ. കാരണം പ്രതികരിക്കത്തില്ല, അത് അങ്ങനത്തെ ഒരു മനുഷ്യൻ. അപ്പൊ പുള്ളി ഓരോ ചീത്ത വിളിക്കുമ്പോഴും ഇപ്പുറത്തുനിന്ന് പറയും തക്കാളി, വെണ്ടയ്ക്ക, വഴുതനങ്ങ, ഇങ്ങനെ ഓരോ പേര് പറയും. അപ്പൊ ചോദിച്ചു എന്താ അങ്ങനെ പറഞ്ഞതെന്ന്. ഞാൻ കഴിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു, അയാൾ ഉപയോഗിക്കുന്ന കാര്യം ഞാൻ ഇച്ചിരി മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇച്ചിരി സൈലന്റ് ആയിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ അകത്ത് എന്തോ വേണം? നമ്മുടെ ഇന്ദ്രിയ ജയങ്ങൾ ഉണ്ടായിരിക്കണം. മക്കൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സാധാ ഒരു മനുഷ്യനായി പ്രാർത്ഥിക്കരുത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ജയിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അമ്മ സാധാരണ ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് അതിന് മറുപടി ഉണ്ടാക്കാൻ സാധ്യത കുറവാണ്. ഇവിടെ പറയുന്നത് പോലെ അവിശ്വാസങ്ങൾ കയറി വരാൻ സാധ്യതകൾ കൂടുതലാണ്. പക്ഷെ നമ്മുടെ ഇന്ദ്രിയ ജയത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആമ പഞ്ചേന്ദ്രിയങ്ങളും ഒരുപോലെ നിന്നാൽ മാത്രമേ നമ്മൾ ഉന്നയിക്കുന്ന വിഷയത്തിനകത്ത് വിടുതലുണ്ടാകുകയുള്ളൂ. ഹല്ലേലൂയ. അമ്മ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ ഒരു ചിന്തയും കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മുമ്പിൽ വലിയൊരു പാറക്കല്ലിരിക്കാതിരിക്കട്ടെ. നിങ്ങളുടെ ബുദ്ധി പ്രയോഗിക്കണം. നിങ്ങളുടെ കണ്ണിന് കാഴ്ചയുണ്ടായിരിക്കണം. നിങ്ങളുടെ കേൾവി, അതിന് നേരത്തെ കേട്ടിട്ടുള്ള അനുഭവങ്ങൾ അതിനകത്തുണ്ട്. നിങ്ങളുടെ ശരീരങ്ങൾ ഒരുപോലെ പ്രയത്നിക്കണം. എങ്കിൽ മാത്രമേ ഈ സാധനത്തിന് മുമ്പിൽ നിന്ന് ഉരുട്ടി മാറ്റാൻ പറ്റൂ. അമ്മ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യമുള്ളതുപോലെ, അല്ലെങ്കിൽ ഒരു പ്രതികൂലത്തെ തള്ളി മാറ്റാൻ കഴിയുന്നത് പോലെ സാത്താൻ ഇട്ടുവച്ചിരിക്കുന്ന ചില പ്രതികൂലത്തെ തള്ളി മാറ്റാൻ കഴിയണമെങ്കിൽ ഞാനാകുന്ന വ്യക്തിത്വം പഞ്ചേന്ദ്രിയങ്ങളെ ജയിച്ചവനായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ഓരോ മക്കളുടെ ജീവിതത്തിനകത്ത് വഴി തുറന്ന് എന്നോട് ഒത്തിരി കാര്യങ്ങൾ ചിലർ പ്രാർത്ഥന വിഷയം ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ, ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ചോദിച്ചിട്ട് ഞാൻ ചോദിക്കും, ഇന്ന ഭാഗങ്ങൾ നിങ്ങൾ ജയിച്ചവരാണോ? അപ്പൊ ഇല്ല. ചിലരുടെയും പ്രാർത്ഥനയുണ്ടോ? ഇല്ല. ചിലരുടെയും സവാരാധന മുടക്കാതെ പോകുമോ? ചിലരില്ല. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ആ വ്യക്തിക്ക് ബലഹീനത കാണും. ബലഹീനതയെ തെറ്റല്ല പറയുന്നത്, ആവശ്യങ്ങൾക്ക് മുടക്കമല്ല പറയുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഒരുമിച്ചൊരു ശക്തി പ്രയോഗിച്ചാല് നമ്മുടെ മുമ്പിൽ മാനുഷികമാകുന്ന പ്രതലങ്ങൾ മാറുകൊള്ളുവെങ്കിൽ പൈശാചിക മേഖലകളെ തകർക്കാൻ നമ്മുടെ അകത്തെ പഞ്ചേന്ദ്രിയങ്ങളും വ്യത്യസ്തമായി പലതിനെയും ജയിച്ചെങ്കിൽ മാത്രമേ ശത്രുവിന്റെ മുമ്പിൽ നമുക്ക് ജയം കൊള്ളുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പഞ്ചേന്ദ്രിയങ്ങളുടെ ജയത്തെ കുറിച്ച് ഒരു ഭാഗം കൂടെ പറഞ്ഞുതരാം. യേശു കർത്താവിനെ ദേവാലയത്തിന്റെ അഗ്രമേൽ നിർത്തി കൊടുത്തിട്ട് പിശാച് എന്താ പറഞ്ഞേ? എല്ലാം കാണിച്ചു കൊടുത്തു. കണ്ണ് ജയിച്ചത് കൊണ്ടാണ്, ഇന്ദ്രിയ ജയം സംഭവിച്ചത് കൊണ്ടാണ് യേശു അവിടെ പരാജയപ്പെടാത്തത്. ഇനി പിശാച് പറഞ്ഞൊരു ദൂതുണ്ട്, നിന്റെ ദൂത് ഇവിടുന്ന് താഴോട്ട് ചാട്, നിന്റെ ദൂതന്മാർ നിന്റെ കാല് കല്ലിൽ തൊട്ടി പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളും. അതെന്താ? കേൾവിയാണ്. കേൾവി ജയം, ഇന്ദ്രിയം ജയിച്ചത് കൊണ്ടാണ് അവിടെ പരാജയപ്പെടാൻ. യേശു നമുക്കൊരു മാതൃകയാണ്, നല്ലൊരു മാതൃകയാണ്. ഓരോ വിഷയങ്ങളും നമ്മൾ കേൾക്കുന്നതനുസരിച്ച് നമ്മൾക്ക് ജയവും വിജയവും പരാജയം ഉണ്ടാകാം. ഓരോ വിഷയങ്ങൾ കാണുന്നതനുസരിച്ച് നമുക്ക് ജയവും പരാജയങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും, നമ്മൾ ആണെങ്കിൽ പണ്ട് ഇപ്പൊ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം, നിങ്ങൾക്കും അനുഭവം. ഈ സാറ് ചോദ്യം ചോദിച്ചിട്ട് എല്ലാവരും അടി വരുമ്പോ നമുക്കറിയാം, അപ്പുറത്ത് അടി കിട്ടും പറയും, ഇപ്പുറത്ത് അടി കിട്ടും ഇല്ലേ? അറിയാം, അത് കാഴ്ചയാണ്. ഇല്ല, ഇതൊക്കെ ഒരു അനുഭവം, കാഴ്ചയാണ്. അപ്പൊ നമ്മൾ കാണുമ്പോൾ അതിനെ ജയിക്കാൻ കഴിയണം. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കണ്ണുകൊണ്ട് ജയിക്കാൻ കഴിയണം, കേൾവി കൊണ്ട് ജയിക്കാൻ കഴിയണം, സ്മെല്ല് കൊണ്ടും ജയിക്കാൻ കഴിയണം, മൂക്ക് കൊണ്ടൊക്കെ ജയിക്കാൻ കഴിയണം, അതരം കൊണ്ടും ജയിക്കാൻ കഴിയണം. ഹല്ലേലൂയ. ഇല്ലേ, ഈ ചിലപ്പോഴൊക്കെ ചിലര് ഈ ഉള്ളില് ഭയങ്കര പേടിയായിരിക്കും, പക്ഷെ അസാധാരണമായ വെല്ലുവിളിയായിരിക്കും. ഇത് കേൾക്കുമ്പോൾ അടിക്കാൻ വരുന്ന പേടിക്കും. ശരിയല്ല ഞാൻ പറയുന്നത്? ഇല്ല, ജയം നമുക്ക് ആവശ്യമാണ്.
പലതിനെയും ജയിച്ച് കയറി വരാൻ ആത്മീക ലോകത്തിൽ നമ്മൾ യുദ്ധം ചെയ്യണമെങ്കിൽ, പൈശാചിക തലങ്ങളെ നമ്മൾ മാറ്റി നിർത്തണമെങ്കിൽ, അവന്റെ ബലത്തെ കെടുത്തണമെങ്കിൽ, അവൻ ബലത്തോടെ വരുമ്പോൾ യാക്കോബിനോട് പറഞ്ഞു, യാക്കോബ് നിന്നെക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിച്ചിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ അവനേക്കാൾ ബലമുള്ള ഒരുവൻ നമ്മോട് കൂടെ ഇരിക്കണം. അവനേക്കാൾ ബലമുള്ള ഒരുവൻ നമ്മോട് കൂടെ ഇരിക്കണമെങ്കിൽ വചനം പറയുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും. അപ്പൊ ഞാൻ വിശുദ്ധനാകണമെങ്കിൽ ഞാൻ അവിശ്വാസമല്ല, വിശ്വാസം ഉണ്ടാകണം. വിശ്വാസത്തോട് വീര്യം ഉണ്ടാകണം. വീര്യത്തോട് പരിജ്ഞാനം ഉണ്ടായിരിക്കണം. പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എന്റെ അകത്ത് വെളിപ്പെട്ട് വരുമ്പോഴേ ലോകനാഥനായ യേശു കർത്താവിന്റെ അകത്തിരിക്കൂ. ഹല്ലേലൂയ. ഇനിച്ചിരി കൂടെ പറയുന്നു, ഞാനൊരു വാക്ക് പറയുമ്പോൾ എന്നെ സപ്പോർട്ട് ദൈവം ചെയ്യണമെങ്കിൽ ഞാൻ ചിലതിനെയൊക്കെ ജയിച്ചിരിക്കണം. ഹല്ലേലൂയ. ഞാൻ ഇനി നമ്മളൊരു കാര്യം പറയാം, നമ്മുടെ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളതിരിക്കട്ടെ. ഇതിനെക്കാട്ട് എന്നും ഇങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ പറയേണ്ടത്. ഞാൻ അങ്ങനെയാണ് പറയേണ്ടത്. ഇല്ല, നാളുകൾ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നതിന്റെ കാഴ്ചയാലല്ല. ഞാനൊരു കാര്യം കൂടെ പറയാം, നമ്മുടെ എല്ലാവരുടെയും കാഴ്ചപ്പാട് പുറമേ ആയിരിക്കും. എല്ലാവരുടെയും കാഴ്ചപ്പാട്, ഒരാളൊഴികെ എല്ലാവരുടെയും കാഴ്ചപ്പാട് പുറമേ ആയിരിക്കും. ഞാനിപ്പോ കാണുന്ന ഇദ്ദേഹത്തിന്റെ മുഖം കണ്ട് ഞാൻ ചിലപ്പോ പറയും, എന്താ വിഷമമാണല്ലോ ചിലപ്പോ ചോദിക്കാം. വിഷമിച്ചിരിക്കുകയാണെങ്കിൽ കാഴ്ച പുറമേ ഇല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ വിഷയം ഷെയർ ചെയ്യുമ്പോൾ ഞാൻ പറയും, ഇന്നടുത്ത് സംഭവിച്ചിരുന്ന പോലെ എന്റെ കാഴ്ച. പക്ഷെ ഞാൻ അവിടെ എന്തായിരിക്കണം? ആത്മാവിന്റെ കാഴ്ചപ്പാട് അവിടെ കാണണം. അത് കാണണമെങ്കിൽ എന്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഞാൻ ജയിക്കണം. പറഞ്ഞില്ലാരും. ഹല്ലേലൂയ. സ്വർഗീയ വെളിപ്പാടുകൾ കാണണമെങ്കിൽ എന്റെ പഞ്ചേന്ദ്രിയങ്ങളെ ജയിച്ചവരായിരിക്കണം. വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും ഉള്ളവനായാൽ എന്റെ ജീവിതത്തിൽ താഴ്ചയല്ല ഞാൻ പിന്നെ കാണുന്നത്, പിന്നെയോ ഉയർച്ചകൾ കാണാൻ തുടങ്ങും. പിന്നെ തടസ്സങ്ങളല്ല ഞാൻ കാണുന്നത്, പിന്നെയോ തടസ്സങ്ങൾ മാറുന്നത് ഞാൻ കാണാൻ തുടങ്ങും. ഓ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായില്ല? പിന്നെ ഞാൻ രോഗിയായി ഇരിക്കുന്നതല്ല ഞാൻ കാണുന്നത്, പിന്നെയോ രോഗസൗഖ്യമുള്ള ശരീരം ഞാൻ കാണും. ഹല്ലേലൂയ. കാരണം ഇതുവരെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എങ്കിലും അതിനോട് വീര്യം കൂട്ടിയില്ല, അതിനോട് പരിജ്ഞാനമില്ലായിരുന്നു, അതിനോട് ഇന്ദ്രിയജയമില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇതൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ ഇതെല്ലാം ചേർത്ത് വെച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ വ്യത്യസ്തമായത് കാണാൻ തുടങ്ങി. ഹല്ലേലൂയ. പണ്ട് ഞാൻ പരാജയപ്പെടുന്നത് കാണുമ്പോൾ അതുപോലെ ഞാനും പറയുമായിരുന്നു. തോൽവി കാണുമ്പോൾ ഞാനും പറയും, ഞാനും തോറ്റു പോകുമെന്നോട്. പക്ഷേ പഞ്ചേന്ദ്രിയങ്ങൾ ജയിച്ചപ്പോൾ എന്റെ സംസാരത്തിന് വ്യത്യാസം വന്നു, എന്റെ നോട്ടത്തിന് വ്യത്യാസം വന്നു, എന്റെ കേൾവിക്ക് വ്യത്യാസം വന്നു, എന്റെ ഇരിപ്പിടത്തിന് വ്യത്യാസം വന്നു, എന്റെ നടപ്പിന് വ്യത്യാസം വന്നു. അപ്പോൾ ഞാൻ പലതും അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് സ്വർഗ മഹിമകളെ കണ്ട് സംസാരിക്കാൻ തുടങ്ങി. ഓ ഹോളി സ്പിരിറ്റ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു ഞാൻ പറയുന്നത്? മനസ്സിലാകുന്നു? ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ എന്ത് ചെയ്യത്തില്ല, ജയം ഉണ്ടാകും. താഴ്പോട്ട് ഒന്നും കൂടെ വായിച്ച് പെട്ടെന്ന്. സ്ഥിരത ഉണ്ടായിരിക്കണം. ഇന്ദ്രിയജയത്തോടെ തുടങ്ങുന്ന സ്ഥിരത. ഞാനൊരു വാക്ക് പറഞ്ഞ പറയത്തില്ലേ എടോ, ഞാനൊരു വാക്ക് പറഞ്ഞതാ. ഇല്ല, ചിലർ പറയത്തില്ലേ, ഒരു വാക്ക് പറഞ്ഞ സ്ഥിരത നമുക്കുണ്ടായിരിക്കണം. ഏതൊരു വാക്ക് പറഞ്ഞാൽ അതിനകത്തൊരു സ്ഥിരത ഉണ്ടെങ്കിൽ അതൊരു അനുഗ്രഹം. ഇല്ലെങ്കിൽ പറയാതിരിക്കുന്നത്. കർത്താവ് പറഞ്ഞൊരു ഊവ് ഇല്ല എന്ന് പറയുന്നത് ഏറ്റവും നല്ലത്. ഹല്ലേലൂയ. നമുക്ക് അതിന് പറയാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ നമ്മുടെ അതരങ്ങൾ നല്ലതുപോലെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. സ്ഥിരത ഉണ്ടായിരിക്കണം. ഏതൊരു കാര്യത്തിൽ സ്ഥിരത. പ്രാർത്ഥനയ്ക്ക് സ്ഥിരത. ഞാൻ അതിലേക്ക് കയറി വരാം. പ്രാർത്ഥനയ്ക്ക് ഒരു സ്ഥിരത ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ പ്രാർത്ഥന സ്ഥിരതയുള്ളതായിരിക്കണം. വീട്ടിലാണെങ്കിലും ഒരുമിച്ച് ഒറ്റയ്ക്കിരിക്കുമ്പോഴാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു നല്ലൊരു സ്ഥിരത എന്നും വേണം. ഹല്ലേലൂയ. ഒരുമിച്ചിരുന്ന ഒരു പ്രാർത്ഥന എന്നും വേണം. ആവശ്യമാണ് അതൊക്കെ. ഹല്ലേലൂയ. സ്ഥിരതയോട് ഭക്തി ഭയങ്കരമാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, യോബിനെ കുറിച്ച് പറഞ്ഞു. യോബിന്റെ ഭക്തി. ഇനി നീ യോബിന്റെ ഭക്തി മുറുകെ പിടിച്ചിട്ട് ഇരിക്കാതെ നിന്റെ ദൈവത്തെ തള്ളി പറയണം. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സംഭവം കേട്ടെ. യോബിനെ കുറിച്ച്. യോബ് കുറെ ദോഷമായ കാര്യങ്ങൾ ചെയ്തെന്ന് ബൈബിളിൽ എഴുതിയിട്ട് ഒരിക്കലും ഇല്ല. അത് വായിച്ച് അത് ബൈബിളിനകത്തുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ഭാഗമാണ്. ശ്രദ്ധിച്ച് കേട്ടോ. ഇതൊക്കെ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ വായിക്കുകയും ചെയ്യണം. ഭാഗങ്ങളൊക്കെ അറിയാവുന്നവര്, സംശയമുള്ളവർ അതൊക്കെ എടുത്ത് വായിക്കണം. യോബിന്റെ പുസ്തകം. യോബ് പറഞ്ഞ വാക്യങ്ങളാണ് അതിനകത്ത് യാഥാർത്ഥ്യം. അമ്മ പറഞ്ഞില്ല ആരും. ബാക്കിയൊക്കെ യോബിനെ കുറ്റം പറയാൻ വന്നിരുന്നവര് പറഞ്ഞവരാണ്. കുറ്റം പറയുന്ന ഒരു മനുഷ്യൻ ദൈവാത്മാവിലായിരിക്കുമോ? അല്ല. അങ്ങനെയാണെങ്കിൽ ഏത് ആത്മാവിൽ അവിടെ എഴുതിയേ? ആ ചരിത്രം അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. കാരണം എന്നോട് എന്ന് വെച്ചാൽ നീതീകരിക്കപ്പെട്ട ദൈവം നീതിമാൻ എന്ന് പറഞ്ഞ, ദൈവം നിഷ്കളങ്കൻ എന്ന് പറഞ്ഞ, ദൈവം നേരുള്ളവൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറ്റം പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ, നമുക്ക് അറിയാൻ വേണ്ടി ആ കുറ്റം പറഞ്ഞവരുടെ മുമ്പേ ദൈവം മാനിക്കുമെന്ന് തെളിയിച്ച് കൊടുത്തു എന്ന് അനുഗ്രഹിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി അത് എഴുതി വെച്ച ചരിത്രം.
ഇത് മനസ്സിലാക്കണം. അല്ലാതെ യോബ് തെറ്റ് ചെയ്തത് കൊണ്ടാ അങ്ങനെ ചെയ്തതെന്ന് നമ്മൾ പ്രസംഗിക്കരുത്, അത് കേൾക്കരുത്, അത് വിശ്വസിക്കരുത്. യോബ് തെറ്റ് ചെയ്തിട്ടില്ല. യോബ് ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ല. അതിന് 31 അധ്യായം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു വിട്ടു. അവിടെ പറഞ്ഞത് അപ്പനായി അമ്മ മുടന്തിന് കയ്യും കാലുമായി ഒക്കെ ഞാൻ നടന്നു എന്നാ യോബ് പറയുന്നത്. പക്ഷെ അവരങ്ങനെയല്ല പറഞ്ഞു. അപ്പൊ നമ്മളിത് ശ്രദ്ധിച്ച് കേട്ടോണം. ഇത് ആരെങ്കിലും തർക്കിക്കാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ളൊരു മര്യാദ നമുക്കും ഇല്ല, ദൈവസഭയ്ക്കും ഇല്ല. ലേഖനം പറഞ്ഞു, ഞാനിപ്പോ ആമേൻ സ്വത്രം പറഞ്ഞു. ആമേൻ ഇല്ലേ, യോബ് അങ്ങനെ നീ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കും ഇല്ല, ദൈവസഭയ്ക്കും ഇല്ല. തർക്കിക്കരുത്. അതിനെ തർക്കിക്കാൻ പോകേണ്ട ആവശ്യമില്ല. പിന്നെ മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തോണം. കാരണം ഏത് സമയത്തും നിങ്ങൾ ഒരുങ്ങി നിൽക്കാൻ ബൈബിൾ പറയുന്നുണ്ട്. കാരണം ആരുടെ മുമ്പിൽ ലജ്ജിക്കാതിരിക്കാൻ, നല്ലതുപോലെ സംസാരിക്കേണ്ടത്, സംസാരിക്കപ്പെടാനുള്ള പരിജ്ഞാനം ഉണ്ടാകേണ്ടതിന് നമ്മൾ ഒരുങ്ങിയിരിക്കുകയും വേണം. അപ്പൊ നമ്മുടെ അകത്ത് സ്ഥിരത ഉണ്ടാകണം. സ്ഥിരതയോട് ഭക്തി. ഹല്ലേലൂയ. അപ്പൊ ഈ യോബിന്റെ ഒരു ഭക്തി എടുത്താൽ നമുക്ക് മനസ്സിലാവും എന്തുണ്ട്. ഭക്തി മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അവസാനം അത്ഭുതമുണ്ട്. അമ്മ പറഞ്ഞില്ലല്ലോ നിങ്ങളെ. അമേൻ അമേൻ ഹല്ലേലൂയ. അപ്പൊ എവിടെ ചെന്നാലും നമ്മളെല്ലാം കൂട്ടിച്ചേർത്ത് വച്ചു കഴിഞ്ഞാൽ എന്റെ ഭക്തിയുടെ അകത്ത് എന്തുണ്ട്, അത്ഭുതമുണ്ട്. ഇത് ഭക്തി അതിനോട് ചേർക്കണം. ഇനി അടുത്ത് സഹോദര പ്രീതി. അടുത്ത് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് ചേർക്കുന്ന ഒരു മനുഷ്യനാണ് വിജയിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇപ്പൊ നമ്മൾ ചോദിക്കും, ആമേ പാസ്റ്റർ ഞാൻ സഹോദരനോടൊക്കെ സ്നേഹിച്ച് എന്നെ സ്നേഹിക്കുന്നില്ല, വിട്ടുകള. ഹല്ലേലൂയ. ആമേ പറഞ്ഞില്ലല്ലോ. എടാ എന്റെ സഹോദരൻ എന്നെ സ്നേഹിച്ചില്ല, ഞാൻ വേദനപ്പെടുന്നത്, അതിനെ വിട്ടുകളാ. സ്നേഹിക്കുന്ന സഹോദരന്മാരുണ്ടല്ലോ, ഇനി അവരെ ഞാൻ അങ്ങ് സ്നേഹിക്കേ, എന്തോ കുഴപ്പം. ഹല്ലേലൂയ. ഇല്ലേ, നമ്മളവരോട് യേശു അങ്ങനെയല്ലേ പറഞ്ഞേ, അമ്മ ഈ അടിക്കുന്നവനെ തിരിച്ചടിക്കരുതെന്നല്ലേ പറഞ്ഞു. അപ്പൊ ന്യായപ്രമാണത്തിൽ എന്താ പറഞ്ഞു, അടിക്കാൻ പറഞ്ഞു. പക്ഷെ യേശു എന്ന് പറഞ്ഞു അടിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഏതാ എടുക്കേണ്ടത്, അതാ എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം, നമ്മളതിനെ അവരെ സ്നേഹിക്കണം, തിരിച്ച് കുഴപ്പമില്ല. ഇനി അഥവാ സ്നേഹിക്കാൻ പറ്റിയില്ല, ഞാൻ പറഞ്ഞതുപോലെ ഉപകാരം ചെയ്യാൻ ഒത്തില്ല, ഉപദ്രവിക്കുക. എത്ര ശത്രുവായിരുന്നാലും മിത്രമായിരുന്നാലും നമുക്ക് ഉപകാരം ചെയ്തില്ലേലും, നമ്മളെ സ്നേഹിച്ചില്ലേലും, നമ്മളെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അവരെ ഉപദ്രവിക്കാൻ നമ്മളെ സൈഡ് പറ്റി പോവുക. ഇല്ലേ, ശരിയല്ലേ? ഇപ്പൊ നമ്മുടെ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോൾ നമ്മുടെ വണ്ടിയിൽ ഒരാൾ തട്ടി എന്ന് പറഞ്ഞിട്ട് വരുന്ന വണ്ടിക്കൊക്കെ നമുക്ക് തട്ടാൻ പറ്റും. ഇനി ഒന്ന് നമ്മുടെ വണ്ടിക്ക് ഒരാൾ തട്ടി, ഇന്ന് അത് പ്രേമസാരന്റെ വണ്ടി നമ്മൾ കൊണ്ടുവരണേ, പുള്ളി വന്ന് എന്നെ ഇടിച്ചു, പുള്ളി എന്നെ ഇടിച്ചെന്ന് പറഞ്ഞു, പുള്ളിക്ക് ഇരിക്കട്ടെ ഒരു ഇടി എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു കൊടുത്ത എന്റെ വണ്ടിയില്ലേ ചെപ്പോളൂ വീണ്ടും. അപ്പൊ ബുദ്ധിമുട്ട് നമുക്ക് തന്നെയാണ്. ഞാൻ പ്രസംഗിക്കട്ടെ, ശ്രദ്ധിച്ച് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പൊ ബുദ്ധിമുട്ട് നമുക്ക് തന്നെ. അപ്പൊ നമ്മളെല്ലാം മാറ്റിയിട്ട് അവൻ സഹോദര പ്രതിയോടുകൂടെ സ്നേഹവും ചേർത്ത് നിർത്തുമ്പോൾ അവൻ ദൈവ മഹത്വം എന്നേക്കും ഇറങ്ങി വരും. ഹല്ലേലൂയ. അവൻ ദൈവ മഹത്വം ഓരോ വീടുകളിൽ ഇറങ്ങി നിൽക്കും. അവൻ ഓരോ വിഷയത്തിനകത്തും ഇറങ്ങി നിൽക്കും. അവൻ മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസ്തയോടെ, പരിജ്ഞാനത്തോടെ, ഇന്ദ്രിയത്തോടെ, വിശ്വാസത്തോടെ, അവൻ വീരത്തോടെ, സ്നേഹത്തോടെ, സഹോദരപ്രീതിയോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. അവൻ ഏതൊക്കെ വിഷയമാണ് തടസ്സപ്പെട്ട് കിടക്കുന്നത്, ഇന്ന് പകൽ അതിന് മാറ്റം വരുത്തുമെന്ന് പരിശുദ്ധാത്മാവിനോട് ആലോചന പറയുകയാണ്. അവൻ ഏതൊക്കെ വിഷയമാണെങ്കിലും, രോഗമാണെങ്കിലും, ഏത് കഠിന വ്യാധിയാണെങ്കിലും, ഇന്ന് പകൽ ഇതിനകത്ത് മാറ്റം വരുത്തുവാൻ അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽക്കുകയാണ്. അവൻ വിശ്വാസം വെളിപ്പെടട്ടെ, അവൻ വീര്യ പ്രവർത്തികൾ നടക്കട്ടെ. സഹോദരനോട് സ്നേഹമൊക്കെ കൂട്ടിക്കൊള്ളു. ഇനി ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. ഇവിടെ പറയാണ്, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകത്തില്ല. അമ്മ ഏതെങ്കിലും ഒന്നാണ് അസാധ്യമാകത്തില്ലെന്ന് പറഞ്ഞില്ല, ഒരു കാര്യം പോലും അസാധ്യമാകത്തില്ല. അമ്മ പറഞ്ഞേ ഹല്ലേലൂയ. അമ്മ ഏത് വിഷയത്തിനാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അത് നിങ്ങൾക്ക് അസാധ്യമാകത്തില്ല. അമ്മ ഞാനിനി വിശ്വസിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീ കടലിൽ ചാടിപ്പോകാന്ന് പറഞ്ഞാൽ പറയും. അപ്പോൾ ഒരു കാര്യം അസാധ്യമാകത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ച് അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായ ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് മാറിപ്പോകും. അമ്മ പറഞ്ഞില്ലല്ലോ, ഒരു മല മാറുക അസാധ്യം. നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റുന്നതല്ല മല മാറുക എന്ന് പറഞ്ഞു. അമ്മ ഇപ്പൊ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ ഈ മരയെടുത്ത് മാറ്റാൻ നമുക്ക് പറ്റുമോ? ഒരു അസാധ്യമായ കാര്യം. പക്ഷെ അതൊരു ഉദാഹരണമാണ്. ഇതുപോലെയുള്ള വിഷയമാണെങ്കിലും മാറിപ്പോകാൻ സാധ്യതയില്ലാത്ത, അവൻ നമുക്ക് ലഭിക്കുവാൻ സാധ്യതയില്ലാത്ത, നമുക്ക് മുമ്പോട്ട് പോകാൻ സാധ്യതയില്ലാത്ത ഏത് വിഷയമാണെങ്കിലും അതിന്റെ മുമ്പിൽ നിന്ന് അവൻ വിശ്വാസത്തോടുള്ള പ്രാർത്ഥന, ആ വീര്യത്തോടുള്ള പ്രാർത്ഥന, ആ പരിജ്ഞാനത്തോടുള്ള പ്രാർത്ഥന, അത് നിന്റെ രോഗത്തെ സൗഖ്യമാക്കും. വഴി അടഞ്ഞിരിക്കട്ടെ, അമ്മ വഴി അടച്ചു വെച്ചിരിക്കട്ടെ, എല്ലാ മേഖലകളിലും എന്റെ വഴി അടഞ്ഞിരിക്കട്ടെ. അമ്മ എന്റെ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന,
ആമേൻ. ആമേൻ. വീര്യത്തോടു കൂടെയുള്ള പ്രാർത്ഥന, ആമേൻ. എന്റെ ശക്തിയോട് കൂടെയുള്ള പ്രാർത്ഥന, എന്റെ പരിജ്ഞാനത്തോടു കൂടെയുള്ള പ്രാർത്ഥന, എന്റെ ജ്ഞാനത്തോടു കൂടെയുള്ള പ്രാർത്ഥന, എന്റെ ഇന്ദ്രിയജയത്തോടു കൂടെയുള്ള പ്രാർത്ഥന, ആമേൻ. അതിനെ മറികടക്കാൻ സാധിക്കും. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. കടുകുമണിയോളം എന്നൊക്കെ പറയുമ്പോൾ ചിലരൊക്കെ പറയാണ് ഇച്ചിരി വിശ്വാസം ഉണ്ടെങ്കിലും കാര്യം നടക്കും. നടക്കുക. ആമേൻ. ആമേൻ. നടക്കുക. കാര്യം ഞാൻ പറഞ്ഞുതരാം. കടുകുമണിയുടെ അകത്ത് ആമേൻ പൊള്ളയില്ല. അത് ഫുള്ള് നിറഞ്ഞു ഭയങ്കര തിക്കായിട്ടിരിക്കുന്ന സാധനമാണ് കടുകുമണി. നമ്മുടെ അകത്ത് വിശ്വാസം നിറഞ്ഞു നിന്നാല് അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. അമ്മ മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഞാൻ ഇവിടുന്ന് വിശ്വസിക്കുകയാണ്, അമ്മ ഇത് മാറുന്നത് വിശ്വസിക്കുകയാണ്. പക്ഷേ എനിക്ക് എന്നാലും ഒരു അല്പം വിശ്വാസം ഉണ്ടെങ്കിൽ നടക്കുക. അമ്മ ഞാൻ പറഞ്ഞുതരാം. പത്രോസിനോട് കടലിൽ നിന്ന് ഇറങ്ങി പടകിൽ നിന്ന് ഇറങ്ങി കടലിൽ കൂടെ നടക്കുമ്പോ പത്രോസ് പറയുന്നത് ചോദ്യം ഇങ്ങനെയാണ്, കർത്താവ് നീ ആണെങ്കിൽ ഞാൻ നിന്റെ അടുക്കിലേക്ക് വരാം. അപ്പൊ ഞാൻ തന്നെയാണ് വരാൻ പറഞ്ഞു. വിശ്വാസമാണ്, യേശു രക്ഷിക്കുന്ന വിശ്വാസം. പക്ഷെ ഇറങ്ങി നടന്നു തുടങ്ങിയപ്പോൾ പത്രോസിന്റെ പറയുന്നത് അവന്റെ സംശയം ഉണ്ടായി, അതുകൊണ്ട് അവൻ മുങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞില്ലല്ലോ. ആമേൻ. ആമേൻ. അത് നമ്മൾ ഏതൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഇന്ന് ഞാനൊരു കാര്യം തുറന്നു പറയാം. വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങളുടെ അകത്ത് ദൈവസന്നിധിയിൽ ഈ വിഷയത്തെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഒരു സംശയമില്ലാതെ ആമേൻ പൂർണ്ണ ജയത്തോടെ, പൂർണ്ണ വിശ്വാസത്തോടെ, പൂർണ്ണ ശക്തിയോടെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ വിഷയത്തെ ദൈവം ഏറ്റെടുത്ത് കഴിയും. ആ വിഷയം നിന്റെ കയ്യിൽ മറുപടിയായി മടക്കി തരും. ആ വിഷയം നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി പ്രവർത്തിക്കും. അവൻ നീ പ്രാർത്ഥിക്കുന്നത് മാത്രമേ ഉള്ളൂ, നിന്റെ അതരത്തിൽ നിന്ന് ശബ്ദം പുറപ്പെടുന്നത് മാത്രമേ ഉള്ളൂ, എന്നാൽ പ്രവർത്തിക്കുന്നത് സ്വർഗമത്രേ. ഓ റാന മൗഡ രഗ ജഗൽകവന ഗഡഗസിയാര. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് പ്രവചന സഖരിയാവിന്റെ പുസ്തകത്തിൽ പ്രവാചകൻ എഴുതി വെച്ചത്, ആമേൻ, സെരുബാബേലെ നിനക്ക് മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീഹാർ, ആമേൻ, നീ കൃപ എന്ന് ആർത്തുകൊണ്ട് ആണിക്കല്ല് കയറ്റാൻ പോകുകയാണ്. ഇത് സൈന്യത്താൽ അല്ല, ശക്തിയാൽ അല്ല, എന്റെ ആത്മാവിനാൽ മാത്രമേ ഈ മഹാപർവ്വതം മാറത്തുള്ളൂ. എന്താ പർവ്വതം മാറാനാണോ, കുന്നു നീങ്ങാനാണോ പറഞ്ഞ്? ഇല്ല. സഖരിയാവിനെ അലട്ടുന്ന, അവൻ സഖരിയാവിന് വിരോധമായി നിന്ന അവൻ ചില ശക്തികൾ മാറിപ്പോകാൻ, അവൻ ഇത് കൃപ എന്ന് ആർത്താൽ മാത്രമേ സാധിക്കൂ. മക്കളെ, നമുക്ക് ചില വിഷയങ്ങൾക്കൊക്കെ പ്രാർത്ഥിച്ച് ജയം നേടാൻ പാടാം. ആമേൻ. ആമേൻ. പക്ഷെ നമ്മുടെ അകത്ത് വിശ്വാസവും വീര്യവും പരിജ്ഞാനവും ഇന്ദ്രിയജയവും എല്ലാം കൂടെ ചേർത്ത് പിടിച്ച് ആമേൻ സ്നേഹവും സഹോദരപ്രതിയും എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ട് അങ്ങ് പ്രാർത്ഥിക്കുക, ഒരു അനുഗ്രഹമായിരിക്കും. ആമേൻ. ആമേൻ. ഇനി ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾക്ക് സദ്യ ഉണ്ടാക്കുന്ന സമയത്ത് അമ്മ എല്ലാം കൂട്ടൊന്നും ഇല്ലേ, ചിലതൊക്കെ ഇച്ചിരി മാറിപ്പോയി കഴിഞ്ഞപ്പോ ചിലർ വന്ന് പറഞ്ഞ സദ്യ ശരിയായില്ല. അപ്പൊ ഞാൻ ചോദിക്കും എന്താന്ന് ചോദിച്ചിട്ട്, അപ്പൊ പറയും എല്ലാ കൂട്ടും ഇല്ലായിരുന്നു. അമ്മേ ഇല്ലേ? അമ്മേൻ. ഇല്ലേ? നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ചില കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് മറുപടി വേണം. അമ്മേ, മറുപടി വേണം. മറുപടി ഇല്ലാത്ത പ്രാർത്ഥന വെറുതെ ജൽപ്പനം ചെയ്യരുത്. ബൈബിൾ പറയുന്നത് വെറുതെ എന്തോ ചെയ്യരുത്, ജൽപ്പനം ചെയ്യരുത്. അമ്മ ചിലർ പറയുന്നത്, ഞാനൊക്കെ ഒത്തിരി വിഷയങ്ങൾ ഒരാളെ കഴിഞ്ഞിടയ്ക്ക് അമ്മേൻ വന്ന്, അവർ എപ്പോഴും അങ്ങനെ തന്നെയാണ്, ആളെ പറയത്തില്ല, എല്ലാവരും അറിയാത്തതുകൊണ്ട് ആളെ പറയത്തില്ല. ഇവിടെ വരുന്നവരാരുമല്ല, അങ്ങനെ തെറ്റിയിരിക്കുകയും ചെയ്യുന്നത്. കരഞ്ഞോണ്ട് പ്രാർത്ഥിക്കും, പറയും, എന്നിട്ട് ശാപം പോലെ ചില വാക്കുകൾ പറയും. അവരുടെ അറിവില്ലായ്മ, തെറ്റ് പറയുന്നില്ല, അങ്ങനെയൊന്നുമല്ല. ഇല്ല, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് വീര്യം കയറ്റി, ഹല്ലേലൂയ, അതിനകത്ത് വിശ്വാസം കയറ്റി, അമ്മ അതിനകത്ത് ഇന്ദ്രിയജയം നിർത്തി, അതിനകത്ത് ഒത്തിരി ചേർക്കേണ്ട ചേരുവകളൊക്കെ ചേർത്ത് അമ്മ നമ്മളും പറയണം വിശ്വാസത്തോടെ, കർത്താവ് എനിക്കത് ചെയ്തു തരും, എന്റെ ദൈവം എനിക്ക് വേണ്ടി വഴി തുറന്നു തരും, എന്റെ ജീവിതം എന്റെ ദൈവം അനുഗ്രഹിക്കും. അമ്മ ഏത് തകർച്ചയ്ക്ക് അകത്ത് കിടന്നാലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, അമ്മ ദൈവം അത് അത്ഭുതമാക്കി മാറ്റും. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അപ്പൊ മലയോട് മാറാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ മലയോട് മാറും. അപ്പൊ ആ എത്ര വലിയ വിഷയമാണ്, ഒന്നും അസാധ്യമാകത്തില്ലെന്ന് പറയാം. അപ്പൊ നമ്മൾ വിശ്വസിക്കേണ്ടത് എന്തുവാ? എത്ര വലിയ വിഷയം എന്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിലും ഞാൻ അതിനെ ജയിക്കും. ആമേൻ. ഇനി ഒരു കാര്യം പറയാം. ഈ മലയുണ്ടെങ്കിൽ നമുക്ക് കയറി പോകാൻ ഒക്കുകയെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ എന്താ പെട്ടെന്ന് പറയും, ഈ സാധനം ഇവിടെ ഇരിക്കുന്നത് ഞാൻ, എനിക്ക് ഇതിലെ വഴിയുള്ളൂ, ഞാൻ മുമ്പോട്ട് പോകാൻ ഒക്കുകയില്ല, ഇതിനെ മാറ്റാൻ എനിക്ക് ഒക്കുകയില്ല. പക്ഷെ ഇത് മാറിയേ എനിക്ക് ഒക്കൂ. അമ്മേ ഇല്ലേ? നമുക്ക് ചിലർ അമ്മ ഇന്ന് നോക്ക് ശ്രദ്ധിച്ചു കേട്ടോ, കടഭാരമുള്ളവര് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചു, അമ്മ കടഭാരം മാറിയേ ഒക്കൂ. പക്ഷെ ഇതില് മാറാൻ പറ്റുകയില്ല, പോകാൻ ഒക്കുകയില്ല. അങ്ങനെ സാഹചര്യം എന്ന് വിശ്വസിക്കുക. അമ്മ ചില രോഗങ്ങൾ മാറിയേ ഒക്കൂ. അമ്മ രോഗം മാറുന്നില്ല, ഇതൊരു പ്രതിസന്ധി എന്ന് വിശ്വസിക്കുക, ചിന്തിക്കുക. അമ്മ എന്നാൽ അവിടെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ഈ പ്രതികൂലം ഇവിടെ ഒന്നുമില്ലാതാവുകയാണ്. അവൻ കൃപയെ മാർത്തു തുടങ്ങുമ്പോൾ, അവൻ കുതിച്ചു തുടങ്ങുമ്പോൾ, അവൻ ഈ ശക്തികൾ ഇവിടെ മാറിപ്പോവുകയാണ്.
ഇവിടെ പറഞ്ഞു, നേരത്തെ പറഞ്ഞു പിശാചിന്റെ ശക്തിയെ കുറിച്ച് യേശു കർത്താവ് പറഞ്ഞു, ഈ സാധനം എല്ലാം എന്റെ മുമ്പിൽ നിൽക്കുന്ന സകല പ്രതികൂലങ്ങളും ആ പ്രതിസന്ധികളെ കൊണ്ടുവന്നത് പിശാചാണ്. മനസ്സിലാകും? വിശ്വസിക്കുന്നു? അങ്ങനെയാണെങ്കിൽ പിശാച് മാറിയാൽ പ്രതിസന്ധി മാറി. അങ്ങനെ പറഞ്ഞില്ല. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആമേൻ. കഴിഞ്ഞിടയ്ക്ക് ഒരാള് എന്നോട് വിളിച്ചു പറഞ്ഞു, ആമേൻ, കടമാണ്, കടം ഭയങ്കര ഭാരം പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, എന്നോട് അടുത്ത വാക്ക്, എനിക്ക് അതൊന്നും അല്ല വിഷയം, എന്റെ വിഷയം അതൊന്നുമല്ല. എന്നോട് പറഞ്ഞു, ദൈവം ഇനി എന്നെ അനുഗ്രഹിക്കുന്നു. അപ്പം അവരുടെ ഈ ചെറിയൊരു കണക്ക് എന്നോട് പറഞ്ഞപ്പോ 16,000 രൂപ മാസം ലോണ്, ഒരു 4,000 രൂപ അല്ലാതെ പലിശ, അല്ല 9,000 രൂപ അല്ലാതെ പലിശ. അമ്മ ഈ പലിശ ഇപ്പൊ എത്രയായി? 16, 9, 25. ഇനി അല്ലറ ചില്ലറ ചെലവ് അവരുടെ വീട്ടിൽ 5,000 രൂപ ചെലവിട് മാസം, ചുമ്മാ 30. ഇനി അവരുടെ യാത്ര ചെലവിട്, ഭക്ഷണം, പിന്നെ വസ്ത്രത്തിന്റെ ചെലവിട് ഒരു 35 രൂപ. ദൈവം അനുഗ്രഹിക്കാത്തതാണോ? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറ. ദൈവം അനുഗ്രഹിക്കാത്തതാണോ? പക്ഷെ എന്തുകൊണ്ട് കടം തീരുന്നില്ല? ചില മുഖങ്ങളെയൊക്കെ ദൈവം തകർക്കുന്ന പകരം, ചില മുഖങ്ങളെയൊക്കെ ദൈവം തകർക്കുന്ന പകരം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. എനിക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ ദൈവം തരുന്നു. പക്ഷെ എന്റെ വീട്ടിൽ അത് നിലനിർത്താൻ കഴിയാതിരിക്കുമ്പോ, എന്റെ വീട്ടിൽ അത് നിലനിൽക്കാതിരിക്കുമ്പോ, എന്റെ തലമുറകൾ അനുഭവിക്കേണ്ടത് ഏതൊക്കെയോ ദുഷ്ടശക്തി അത് പിടിച്ചുകൊണ്ട് പോകുമ്പോ ഇന്ന് പകര ദുഷ്ടാത്മാവിന് യേശുവിന്റെ നാമത്തിൽ തരണമേ. അവൻ കഴിഞ്ഞിടയ്ക്ക് വേറൊരു വീട്ടിലൊരു സംഭവം ഉണ്ടായി. അമ്മേൻ അമ്മേൻ ഒരു മകന് ജോലിയുണ്ട്, അവരുടെ വീട്ടിൽ നന്മയുണ്ടായിരുന്നു. പക്ഷേ ഒരു രോഗം വന്നതിന് ശേഷം അവിടെ നന്മയില്ല, അവർക്ക് കടമ. എന്തുകൊണ്ടാ സംഭവിച്ചത്? അവരുടെ വീട്ടിൽ സന്തോഷമായി അവർ ജീവിക്കേണ്ടതല്ലേ, അവരുടെ വീട്ടിൽ അനുഗ്രഹം നിലനിൽക്കേണ്ടതല്ലേ. ഈ രോഗം കയറി വന്നപ്പോൾ, പിശാചി രോഗം വിതച്ചപ്പോൾ അവർ കടക്കെണിക്ക് അകത്തായി. ഇന്ന് പകൽ കേട്ടാട്ട് അവൻ ചില രോഗാത്മാക്കൾ വിട്ടുപോകുമ്പോ വീട്ടിനകത്ത് ഒരു അനുഗ്രഹം വെളിപ്പെടും. അവൻ ചില പൈശാചിക മേഖലകൾ വിട്ടുപോകുമ്പോൾ അവൻ ചില നന്മകൾ അമ്മ രക്തത്താൽ വചനത്താൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുക. അമ്മ മക്കളെ, നമ്മുടെ പ്രാർത്ഥനയുടെ തല ഒന്ന് തിരിയട്ടെ. നമ്മുടെ പ്രതിസന്ധികൾ മാറിപ്പോകണമെങ്കിൽ അമ്മ എന്റെ അകത്ത് വിശ്വാസം കയറി വരട്ടെ. ഏത് വിഷയമാണെങ്കിലും ഇന്ന് പകൽ മനസ്സിലാക്കിയെടുക്കണം. അമ്മ ഞാനല്ല പ്രവർത്തിക്കുന്നത്, അവൻ ദൈവത്തിന്റെ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. അവൻ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിപ്പാൻ എന്നെ ഒന്ന് നല്ലൊരു ഊർജ്ജമാക്കി കൊടുക്കുക. എന്നെ ഒന്ന് നല്ലതാക്കി കൊടുക്കണം. അമ്മ എന്നെ ഒന്ന് ഒരുക്കി കൊടുക്കണം. അമ്മ നല്ല മുന്തിരിവള്ളി കായ്ക്കണമെങ്കിൽ കാല പെറുക്കി കല്ല് പെറുക്കി കൂട്ടി അമ്മ നല്ല തൈ നടണം. അമ്മേ അമ്മ എന്നെ ഒന്ന് ദൈവത്തിന്റെ കയ്യിലേൽപ്പിക്കുമ്പോ, എന്നെ ഒന്ന് ദൈവത്തിന്റെ കയ്യിലേക്ക് പൂർണ്ണമായിട്ടൊന്ന് വിട്ടുകൊടുക്കുമ്പോ, കർത്താവെ ഞാനല്ല എന്നിൽ പ്രവർത്തിക്കുന്ന നീ എത്രയെന്ന് ഞാൻ പറയുമ്പോ, ആ പറയുന്ന സമയം ദൈവം എന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു. ആ സമയം തന്നെ എന്റെ പ്രതികൂലങ്ങളെ പരിഹരിപ്പാൻ അവൻ പരിശുദ്ധാത്മാവ് ഇറങ്ങിക്കഴിഞ്ഞു. അവൻ പരിശുദ്ധാത്മാവ് എന്റെ മേൽ ഇറങ്ങി തുടങ്ങുമ്പോൾ അവൻ പൈശാചിക രോഗങ്ങൾ മാറിപ്പോകാൻ തുടങ്ങും. ഇരുട്ടിന്റെ മേഖലകൾ മാറാൻ തുടങ്ങും. ഇന്ന് പകൽ അങ്ങനെ ഒരു വെളിപ്പാട് ഇതിനകത്ത് വെളിപ്പെടട്ടെ. ഇനി ഒരു സംഭവമാണ്. അമ്മ ഈ നല്ല പൈസ സാമ്പത്തികം ഉള്ളവര് വിവാഹത്തിന് ആലോചന, വിവാഹം നടക്കില്ല ചിലർക്ക്. ഇവിടെ അനുഭവമുണ്ട്. ഉഷ സഹോദരി ഇല്ലേ, അവർക്ക് കൊടുക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടായിരുന്നില്ല ആ കാലത്ത്. അമ്മേൻ അമ്മേൻ അവരുടെ വീട്ടിൽ അവര് പക്ഷെ കല്യാണം നടക്കത്തില്ല. അമ്മേൻ അത് നടന്നു. ഞാൻ പറഞ്ഞു ഇതെന്തുകൊണ്ട് നടന്നില്ല ഇത്രയും കാലം? ആ പൈസ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് പറയാം പൈസ ഇല്ലാത്തതുകൊണ്ട് നടന്നില്ലെന്ന്. കൊടുക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ആരും ഇല്ലേ. ചിലർക്ക് ഇപ്പോഴും നമ്മുടെ മക്കളൊന്നും അങ്ങനെ ചിന്തിക്കരുത്, മോഹിക്കരുത്. ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ് പറയുന്നത്. അമ്മേൻ പൈസ മോഹിച്ചാരും പെണ്ണ് കെട്ടാൻ പോകരുത്. അമ്മേൻ പറഞ്ഞില്ല. അമ്മേ ഞാനും ഒന്നും ചോദിച്ചില്ല. അമ്മ ചോദിക്കാതിരുന്നപ്പോ ഞങ്ങള് എന്റെ സാക്ഷ്യം, ചെറിയൊരു സാക്ഷ്യം പറഞ്ഞു. ഇവിടെ ഉള്ളവരാണ്. ഞങ്ങൾ കല്യാണത്തിന് വന്ന് ഞങ്ങൾ പോയി കണ്ട് ഇഷ്ടപ്പെട്ടു. എല്ലാം കഴിഞ്ഞ് ഞാൻ അങ്ങ് കുറച്ച് അകന്നു നിന്ന് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ
വീണ്ടും ഇടം നിന്നയാൾ വന്നിട്ട് പറഞ്ഞു, പിന്നെ ഞാൻ തന്നെയാന്ന് തോന്നുന്നു പറഞ്ഞത്. ഞാൻ പറഞ്ഞു അവരോടൊന്നും കൂടെ പോയി സംസാരിച്ചാലോ എന്ന് ചോദിച്ചു. എന്നുവെച്ചാൽ കല്യാണം വേണ്ടെന്നൊരു ചിന്ത അകത്തുണ്ട്, അതുകൊണ്ട് ഇച്ചിരി കടമുണ്ട്, വീടായില്ല, അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ വീണ്ടും അവർ ചെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പോയി ചോദിക്കേണ്ട, ഒരു ബൈക്കും കൂടെ കൊടുക്കുകയാണെങ്കിൽ, അല്ലെ വേറെ അങ്ങനെയാണ് പറഞ്ഞത്. അവിടെ വന്നിട്ട് ആളുണ്ട്, ഇവിടെ സാക്ഷ്യമുണ്ട്, കള്ളറല്ലേ അമ്മേ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യവും ചോദിക്കരുത്. അവരോട് ചോദിച്ചാൽ പറയും ഒരു കാര്യവും ചോദിക്കരുത്. ഞാൻ പറഞ്ഞൊരു ഭാഗമാണ്, ഒരു കാര്യവും ചോദിക്കരുത്. കാരണം എൻ്റെ സഹോദരിയെ കിട്ടിച്ചുവിട്ട ബാധ്യത എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യവും ചോദിക്കരുത്. അമ്മേ അവരെന്തോ പറഞ്ഞു അത് മാത്രം. പക്ഷെ ഇവരവിടെ പോയിട്ട് ഒരു ബൈക്കും കൂടെ പറഞ്ഞു, ഇല്ലേ? ദൈവസഭയിൽ നിന്നാ പറഞ്ഞു, സത്യമാണ് പറയുന്നത്. അമ്മേൻ. അതുകൊണ്ട് ഞാൻ പറയാം, ആ ആവശ്യങ്ങൾ കൊണ്ട് ഇതിനൊന്നും പോകരുത്. അമ്മേൻ അമ്മേൻ. സാമ്പത്തികം കിട്ടാനായിട്ട് പെണ്ണ് കെട്ടാൻ നിൽക്കരുത്. അമ്മേൻ. നമുക്കുള്ളത് കൊണ്ട് ജീവിപ്പാൻ ബൈബിൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ചെറുക്കൻ യഹൂദന്മാരെ പഠിച്ചു കഴിഞ്ഞാൽ ചെറുക്കൻ അങ്ങോട്ട് ചെലവിന് കൊടുത്തു വേണം വിവാഹം കഴിക്കാൻ. നമുക്ക് അറിവില്ലാതെ പോയി. ഞാൻ അറിഞ്ഞപ്പോൾ വളരെ ലേറ്റായി. ആമേൻ. സ്വന്തം എത്ര പേർക്ക് സന്തോഷമുണ്ട് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ മക്കളെ എല്ലാവരും കേൾക്കണം. ആമേൻ. അതുകൊണ്ട് ചെറുപ്പക്കാരികൾ വിചാരിക്കരുത് എനിക്കൊന്നും ഉണ്ടാകാതിരുന്നാലും കുഴപ്പമില്ലെന്ന് വിചാരിക്കാതെ സ്വരൂപിക്കണം. സ്വന്തം ഹല്ലേലൂയ. ഇല്ലേ? എല്ലാവരും കരുതണം. ആമേൻ. സ്വന്തം ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ ആമേൻ അങ്ങനെ ആയിരിക്കണം വളരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നടക്കാത്തത്? എൻ്റെ ചിന്ത എവിടെയാണ്? എന്തുകൊണ്ടാണ് വിവാഹങ്ങൾ നടക്കാത്തത്? അതിന്റെ പിന്നിൽ നിന്ന സാധനം. ആമേൻ ആമേൻ. ഇല്ലേ? പൈസ ഉള്ളവരുണ്ട്, ചിലർ സൗന്ദര്യമുള്ളവർക്ക് നടക്കുകയില്ല. ചിലർ സൗന്ദര്യം ഇല്ലാത്തവർക്ക് നടക്കുന്നുണ്ട്. സൗന്ദര്യം ഇല്ലാത്തവർക്ക് ചിലപ്പോൾ പറയും, ചിലർ പറയും ഇത് നടക്കുന്നില്ലല്ലോ, സൗന്ദര്യമുണ്ട്, പൈസയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ നടക്കുന്നില്ല. എന്തേ നടക്കാത്ത? അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒരു പെൺകുട്ടിയെ കുറിച്ച് ഞാൻ അറിഞ്ഞത് എങ്ങനെയാണ്, ഒരു ദോഷവും ഇല്ല. ദേശത്താവട്ടെ, പഠിച്ചെടുത്താവട്ടെ, വീട്ടിലാകട്ടെ, പള്ളിയിലാകട്ടെ, ഒരു ദോഷമോ ഒരു പുരുഷന്റെ മേഖലയിൽ അന്യാവശ്യം നോട്ടമോ സംസാരമോ ഇല്ല. ഇത്രയും പെർഫെക്റ്റ് ആയ ഒരു പെൺകുട്ടിയുടെ വിവാഹം നടന്നില്ല. 40-ാമത്തെ വയസ്സിലാണ് പിന്നെ നടന്നത്. ആമേൻ പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം, ചിലതൊക്കെ പിമ്പി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അതിനകത്ത് പുറത്തു വരാൻ കഴിയുന്നില്ല. അപ്പൊ യേശു കർത്താവ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ആമേൻ ആമേൻ. എന്താ പറയുന്നത്? നിങ്ങൾ കാട്ടുകമണിയുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലെ ഉപവാസ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഈ ജാതി നീങ്ങിപ്പോകും. എന്ന് വെച്ചാൽ പിശാചിന്റെ ശക്തികൾ അവിടുന്ന് മാറിപ്പോകുമ്പോൾ എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. ആമേൻ ആമേൻ. എന്തുവാ പിശാചിനെ തടഞ്ഞത്? എവിടെ വെച്ച് തടഞ്ഞു? ഒരു വിവാഹമാണെങ്കിൽ അതിന്റെ നന്മയുടെ, സഹോദരിയുടെ അല്ലെങ്കിൽ സഹോദരന്റെ നന്മയെ തടയുന്ന, മുമ്പിലോട്ടുള്ള ഉന്നമനത്തെ തടയുന്ന, അവരുടെ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ തടയുന്ന ആ പൈശാചിക ലോകത്തെ എപ്പോൾ പുറത്താക്കുമോ അപ്പോൾ സ്വർഗത്തിന്റെ അനുഗ്രഹം വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ആമേൻ ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? യേശു കർത്താവ് ദൈവം പറഞ്ഞിരിക്കുന്നത്, മനുഷ്യനെ നോക്കി പറഞ്ഞത്, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. വിവാഹം കഴിച്ച് സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ എന്ന ബൈബിള്. ആമേൻ. പക്ഷെ ഇത് നടക്കാതിരിക്കാൻ പിശാചി കെണിയൊരുക്കെങ്കിൽ ആമേൻ പറഞ്ഞില്ല. പൗലോസ് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. പൗലോസ് പറയുന്ന ഒരു വാക്യങ്ങളൊക്കെ എടുത്ത് പ്രസംഗിക്കാൻ സമയം പോലെ. പൗലോസ് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? ദൈവ സ്തോത്രത്തോടെ അനുഭവിക്കാൻ തന്ന ഭോജ്യങ്ങളെ വെറുക്കുന്നവരായ ചിലർ നിങ്ങളുടെ നടുവിലുണ്ട്. വിവാഹം വിലക്കുകയും എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. ഹല്ലേലൂയ. മക്കളെ, ആവശ്യ സമയത്ത്, നല്ല സമയത്ത്, ഞാനൊരു കാര്യം തുറന്ന് പറയാം, നല്ല സമയത്ത് വിവാഹം കഴിക്കണം. എന്നാൽ നല്ല കുടുംബമായി കുഞ്ഞുങ്ങളെ ഒത്തൊരുമിച്ച് സന്തോഷിക്കണം. പിശാചിന് ഇടം കൊടുക്കല്ല അവിടെ. എന്നിട്ട് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് വിരോധമാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി. മനസ്സിലായോ? ദൈവം എന്നോട് പറഞ്ഞ എന്താ? നിന്റെ നല്ല കാലത്ത്, യൗവന കാലത്ത് വിവാഹം കഴിച്ച് പുത്രസന്താനങ്ങൾ ഉളവാക്കിയും ജീവിക്കണം. പക്ഷെ ഞാനത് ചെയ്തില്ലെങ്കിൽ വാഗ്ദത്തത്തിന് വിരോധമല്ലേ? അമ്മൻ പറഞ്ഞില്ലല്ലോ. ഇല്ലേ? നമുക്ക് ഈ ലോകത്തിൽ ഒരു നിയമങ്ങൾ നമ്മൾ പാലിക്കണം. 18, 21 വെച്ചിട്ടുണ്ട്, 22. ആ പ്രായത്തിൽ നമ്മൾ നോക്കണം അതിനെ. അല്ലെങ്കിൽ 25, 28 ആകുമ്പോൾ നമ്മൾ ചെയ്യണം. ചെയ്യേണ്ട കടമ നമുക്കുണ്ട്. നമ്മുടെ കടമ നമ്മളാണ്. ഹല്ലേലൂയ. ആരും വിഷമം വിചാരിക്കരുത്. വചനമാണ് ഞാനൊക്കെ പറയുന്നത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. എന്നിട്ട് പിശാച്, ഇത് പറഞ്ഞതിന് സാരം ഇത്രയേ ഉള്ളൂ, പിശാചിന് ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. പിശാചിന്റെ പ്രവൃത്തികൾ അഴിക്കണം. അത് ആരഴിക്കണം? നമ്മൾ അഴിക്കണം. വേറൊരാൾ വരൂ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. അപ്പോൾ യേശു കർത്താവ് ഇടപെടും. ആമേൻ. ദൂതന്മാർ ഇറങ്ങി വരും. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ദൈവം ഇറങ്ങി വരേണ്ടത് ദൈവം ഇറങ്ങി വരും. ആമേൻ ആമേൻ ആമേൻ. ദൂതൻ സംസാരിക്കേണ്ടത് ദൂതൻ സംസാരിക്കും. ആമേൻ. പരിശുദ്ധാത്മാവ് ഇടപെടേണ്ടത് പരിശുദ്ധാത്മാവ് ഇടപെടും. ആമേൻ. പുറകാലമല്ല നോക്കുന്നത്, മുൻപത്തെ കാലത്തെ നോക്കണം. ഹല്ലേലൂയ. ആമേൻ ആമേൻ. അപ്പോൾ ഇവിടെ പറയാണ്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ജാതി പോകത്തില്ല.
ആമേൻ വിശ്വാസത്തോടൊക്കെ വീര്യമൊക്കെ ചേർത്ത് മക്കളെ ഉപവാസവും പ്രാർത്ഥനയും ആമേൻ നിൽക്കുമ്പോ ആമേൻ ചിലതൊക്കെ വിട്ട് ഇളകി അങ്ങ് പോയിട്ട് ആമേൻ അടുത്തൊരു തലം ചിലരുടെ മേലിൽ വെളിപ്പെടാൻ തുടങ്ങും. ആമേൻ ചില ഇരുട്ടിന്റെ മേഖലകളൊക്കെ അഴിഞ്ഞു മാറിയിട്ട് ആമേൻ പൈശാചിക മേഖല തകർന്നിട്ട് ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി ചിലരുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങും. ആമേൻ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുകയാണ്, ആമേൻ ആത്മാവിന്റെ ശക്തി ഇറങ്ങി വരുമ്പോ ആമേൻ ചില പ്രതികൂലങ്ങൾ മാറിപ്പോകിട്ട് എസ്തർ രാജ്ഞിയാകുന്നതിന് മുമ്പ് അമ്മ അഗസ്വേസ് മഹാരാജാവിന്റെ ഭാര്യയായിരുന്നവളിൽ എല്ലാം മാമൻ ഒരു നല്ല 180 ദിവസത്തെ വിരുന്നൊരുക്കി അന്ന് നൃത്തം ചെയ്യാൻ വിളിച്ചപ്പോ അമ്മ തന്റെ ഭാര്യ വന്ന് മറ്റുള്ള പ്രഭുക്കന്മാരുടെ മുമ്പിലോ മറ്റുള്ള പ്രമാണികളുടെ മുമ്പിലോ അവൻ നൃത്തം ചെയ്യാൻ മടിച്ചിരുന്നപ്പോ അന്ന് അവിടെ ഒരു മനുഷ്യൻ പറയുന്നുണ്ട്, ഒരു നിയമം എഴുതി. എന്തോ നിയമം എഴുതിയെന്നറിയാവോ? എല്ലാവരുടെ ഭാര്യമാരുടെ മേലും അവൻ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കാനും അവരുടെ മുമ്പിൽ അവർ പറയുന്നത് അനുസരിക്കാനും ഒരു നിയമം ചെയ്യണമെന്നൊരു നിയമം എഴുതിച്ചിട്ട് രാജാവിനെ കൊണ്ട് അത് കൽപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ രാജകൽപ്പന ലംഘിച്ചുകൂടാത്തതാകയാൽ അവൻ അത് ചെയ്യണമായിരുന്നു. അങ്ങനെ അത് ചെയ്യാതെ എഴുതാൻ കാരണം ഈ രാജ്ഞി മുമ്പിൽ നൃത്തം ചെയ്യാൻ വരാത്തത് കൊണ്ട് നല്ല അവൻ പറഞ്ഞില്ല നിങ്ങളെ. ഹല്ലേലൂയ. അമ്മ ഞാൻ എന്റെ ഒരു ഉദാഹരണം പറഞ്ഞു പോട്ടെ, എന്തോ ആവട്ടെ, അവിടുത്തെ ദൂതല്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അമ്മ എസ്തേറിനെ അവിടെ രാജ്ഞിയായിട്ട് നല്ല സൗന്ദര്യമുള്ള സ്ത്രീ എന്ന് കണ്ട് സ്ത്രീകളിൽ സൗന്ദര്യമുള്ള സ്ത്രീയെ തിരഞ്ഞെടുത്ത് അമ്മ യഹൂദയിൽ നിന്ന് ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ അടിമനുഖത്തിൽ കിടക്കുന്ന ഒരു കൂട്ടം ജനം അവിടെ കിടപ്പുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ആ വ്യക്തി അവിടെ രാജ്ഞിയായി മാറ്റപ്പെട്ടു. ആ രാജ്ഞിയായി മാറ്റപ്പെട്ടപ്പോൾ ആ വ്യക്തി അവൻ പുറത്തു നിൽക്കുകയാണ്. പക്ഷേ അവൻ ആ വ്യക്തിയുടെ കാലഘട്ടത്തിൽ ഒരു നിയമം പ്രസിദ്ധം ചെയ്തു. ആ നിയമം ഇതായിരുന്നു, യഹൂദന്മാരെ ഒക്കെ കൊന്നുപിടിക്കണം. ആമേൻ. ഇന്നൊക്കെ ഉള്ളതുപോലെ ദൈവമക്കളെയൊക്കെ തല്ലുന്നത് പോലെ അന്ന് ഒരു നിയമം ഉണ്ടായിരുന്നു, എല്ലാത്തിനും തകർക്കണം. അങ്ങനെ തകർക്കാനിരിക്കുന്ന സമയത്ത് എസ്തേർ പറയുന്ന ഒരു കാര്യമുണ്ട്, രാജസന്നിധിയിലേക്ക് എനിക്ക് കയറി ചെല്ലാൻ ഒക്കുകയല്ല. അമ്മ രാജാവ് അനുവദിക്കാതെ അങ്ങോട്ട് ചെല്ലാൻ ഒക്കുകയല്ല. അതിനായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ഉപവസിക്കണം. ഉപവസിച്ച് പ്രാർത്ഥിക്കണം. എന്തിനാ? ഒരു വിടുതലിന് വേണ്ടിയിട്ട്. അമ്മേൻ വീടിന്റെ വിടുതലിന്. ഒരു മൊർദെഖായി ഇവിടെ കൊല്ലം ഒരു യഹൂദ ജനങ്ങൾ മൊത്തം ഇവിടെ മരിക്കാൻ കിടക്കുക. അങ്ങനെ ഒരു നിയമം എഴുതി വെച്ചിരിക്കുക. ആ നിയമം വരാതിരിക്കണമെങ്കിൽ അങ്ങനെ ഒരു അനർത്ഥം സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്തോ ചെയ്യണം? നിങ്ങൾ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് എവിടെത്തി? എസ്തേർ രാജസന്നിധിയിലെത്തി. രാജസന്നിധിയുടെ അനന്തര മറുപടി എന്താ? ആ നിയമം അവിടുന്ന് ക്യാൻസൽ ചെയ്യപ്പെട്ടു. മരണ ശിക്ഷകൾ അവിടുന്ന് മാറ്റപ്പെട്ടു. താഴെ കടന്നവർ ഉയർത്തപ്പെട്ടു. രാജസിംഹാസനത്തിന്റെ കവാടത്തിന്റെ പരിപാടി കടന്ന് ഒരു നായിയെ പോലെ കടന്ന മനുഷ്യൻ രാജ്യത്തിന്റെ അധികാരിയായി മാറ്റപ്പെട്ടു. ഇന്ന് പകൽ ദൂതുകാട്ടാട്ട് ചിലരൊക്കെ ഉപവാസവും പ്രാർത്ഥനയിലും മാറപ്പെടുമ്പോൾ ചിലരൊക്കെ ഉയർത്തപ്പെടും. ചിലരുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു വഴികൾ തുറന്നു വരും. ഇന്ന് പകൽ അങ്ങനെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ചിലർക്ക് വഴികൾ തുറക്കാൻ, ചിലർക്ക് വാതിൽ തുറക്കാൻ യേശു കർത്താവ് പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി വിട്ടുമാറുന്നില്ല. എത്ര അനുഗ്രഹമായ വചനം മാത്രം. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങൾ അവിടെ നടക്കുന്നറിയാമോ? ഒരു ബാബേൽ പ്രവാസത്തിൽ പിടിച്ചുകൊണ്ടുന്ന അടിമത്തം അവിടെ പൊട്ടി. പറഞ്ഞില്ല, നമ്മൾ ഇതുപോലെ ചില അടിമത്തത്തിലല്ലേ? പലതിനകത്തും അടിമത്തത്തിലല്ലേ? ഇല്ലായ്മയിൽ അടിമത്തത്തിനകത്തല്ലേ? കഷ്ടതയുടെ അടിമത്തത്തിനകത്തല്ലേ? രോഗത്തിന്റെ അടിമത്തത്തിനകത്തല്ലേ? പല വേദനയും നമ്മൾ ഭാരപ്പെടുകയല്ലേ? മക്കളെ ഭാരങ്ങൾ മാറണമെങ്കിൽ, പ്രതികൂലങ്ങൾ മാറണമെങ്കിൽ സാധാരണ ഒരു വിശ്വാസിയായി ഇരുന്നാ പോരാ. പറഞ്ഞില്ല, നമ്മളെ നിർത്തിയത്, വിളിച്ചത്, വിളിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. പത്രോസിന്റെ ലേഖനം പറഞ്ഞ രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ ജനമായി, സ്വന്തം ജനമായി, വിശുദ്ധ വംശമായി നമ്മളെ തിരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പിനകത്ത് ഞാൻ നിൽക്കണം. അതൊന്ന് വായിച്ചേ. 1 പത്രോസ് 2:9 തോന്നുന്നു. പെട്ടെന്ന് വായിച്ചേ. നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് അതിന്റെ അത്ഭുത പ്രകാശത്തിൽ, ശ്രദ്ധിച്ചു കേൾക്ക്, നമ്മളോ അന്ധകാരത്തിൽ നിന്ന് ശിശുവിനെ അന്ധകാരത്തിൽ നിന്ന് ഒരു അത്ഭുത പ്രകാശത്തിലേക്ക് എന്ന് വെച്ചാൽ മറ്റുള്ളവർ കാണുമ്പോ ഞാനൊരു അത്ഭുത പ്രകാശമാണ്. അപ്പൊ സഭ എങ്ങനെയാ? മറ്റുള്ളവർ കാണുമ്പോൾ അത്ഭുത പ്രകാശമാണ്. എന്നെ വിളിച്ചത് എവിടുന്നാ? ഇരുട്ടിന്ന്. എവിടുന്ന്? ഈ പിശാചിന്റെ കയ്യിൽ നിന്ന്. പറഞ്ഞില്ലല്ലോ നിങ്ങള്. അപ്പൊ ഞാൻ ആരായാ മാറ്റപ്പെടുന്നത്? വായിച്ചേ, അടുത്ത് വായിച്ചേ. നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗം. സാധാരണ മനുഷ്യനല്ല. ഈ ഞാനാണ് പിശാചിനെ പേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഞാനാണ് പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടുന്നത്. മക്കളെ, ഇന്ന് പകലിന്റെ ധൈര്യം കൈവരിക്കുക.
ഇന്ന് പകൽ ശക്തി കൈവരിക്കുക. ഇന്ന് പകൽ കാരണം വിശ്വാസത്തോട് വീര്യത്തോടെ പരിജ്ഞാനത്തോടെ ഇന്ദ്രിയത്തോടെ സ്നേഹവും സഹോദര പ്രീതിയും ഒക്കെ കൂട്ടുക. ഇതൊക്കെ ചേർന്നങ്ങ് നീക്കുമ്പോ അവൻ നമ്മളെ വിളിച്ചവന്റെ വിളി അതിനകത്ത് യാഥാക്രമം വെളിപ്പെട്ടു വരും. എന്റെ അകത്ത് എന്നിട്ട് രാജകീയ പുരോഹിത വർഗം. അവൻ സാധാരണ പുരോഹിത വർഗമല്ല. അവൻ പി ജി വർഗീസ് ഒരു വചനം പറഞ്ഞു. ഈ വചനം എടുത്തിട്ട് ഒരു വാക്ക് പറഞ്ഞു. അവൻ എന്നെ പറഞ്ഞത് രാജകീയ പുരോഹിത വർഗമെന്ന്. അദ്ദേഹം ഒരു രാജ്യത്ത് ചെന്നപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് തലയെ കൊണ്ട് കൈവച്ച് പ്രാർത്ഥിക്കാൻ അവിടെ ക്ഷണിക്കപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ പുള്ളി രാജാവല്ലേ, പ്രസിഡന്റിൽ പേടിച്ച് പുള്ളിയുടെ തോളെ കൈവച്ചു. പുള്ളി കൈയെടുത്ത് തലയെ വെച്ചു. ആ രാജാവ്, അവിടുത്തെ രാജാവ്. അന്നും അവിടെ രാജഭരണം പുള്ളി പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? രാജാവിന്റെ പുരോഹിതൻ ഇവിടെ വന്നു. അപ്പൊ നമ്മൾ ആരാ മക്കളെ? നമ്മളെ വിളിച്ചത് എന്തിനാ? നമ്മൾ സാധാരണ ഒരു മനുഷ്യനായിട്ടാണ്, നമ്മൾ സാധാരണ ഒരു വ്യക്തിയായിട്ടാണോ നിങ്ങളെ വിളിച്ചേ? അല്ല, ഞാൻ രാജകീയ പുരോഹിതനായി, ഞാൻ പൗരോഹിത ശുശ്രൂഷയ്ക്ക് അംഗമായി. ഹല്ലേലൂയ. ആമേൻ ആമേൻ. നമ്മള് യേശു പറഞ്ഞ പോലെ ക്ഷണിക്കപ്പെട്ടവർ അനേകം, തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം എന്നതിലായി പോകരുത്. അതിനകത്ത് ഞാനും ഉണ്ടായിരിക്കണം, അതിനകത്ത് നിങ്ങളുണ്ടായിരിക്കണം, ആ വിളിക്കകത്ത് നിങ്ങളുണ്ടായിരിക്കണം. ഈ സഭയ്ക്കകത്ത് ഇരിക്കുന്ന ഓരോ മക്കളുടെ അകത്തും വിളി കിടപ്പുണ്ട്. ആ വിളിക്കകത്ത് നിങ്ങളുണ്ട്, ആ പൗരോഹിത്യത്തിനകത്ത് നിങ്ങളുണ്ട്, ആ രാജകീയ അഭിഷേകത്തിനകത്ത് നിങ്ങളുണ്ട്, അവ എല്ലാത്തിനകത്തും നിങ്ങളുണ്ട്. അവ നിങ്ങൾ വെറുതെ അല്ല ഇതിനകത്ത് ഇരിക്കുന്നത്. അവ നിങ്ങൾ ചുമ്മായല്ല ആരാധിക്കുന്നത്, നിങ്ങൾ ചുമ്മായല്ല പ്രാർത്ഥിക്കുന്നത്. അവ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വെറുതെ ഇരുന്നിട്ടല്ല. അവ കാണാത്തവരിൽ വിശ്വസിക്കുന്നത് അവ വെറുതെ അല്ല. അവരിൽ നിന്നൊരു അഭിഷേകം ഇറങ്ങി വരുന്നുണ്ട്, അവരിൽ നിന്നൊരു വീടിന്റെ കിടപ്പുണ്ട്. അവൻ രാജകീയ അഭിഷേകം നമ്മുടെ പേരുണ്ട്. അവൻ ശമൂവേൽ വിളിക്കപ്പെട്ടവന്, തെരഞ്ഞെടുക്കപ്പെട്ടവന്, ദൈവ ശബ്ദം കേട്ടവന്. ശമൂവേൽ കയ്യിലുണ്ട് രാജകീയ അഭിഷേകം. അവൻ തൈലക്കൊമ്പുമായിട്ട് ശമൂവേൽ പുറപ്പെട്ട്, വെറുതെ അല്ല പുറപ്പെട്ട്. മക്കളെ, തൈലക്കൊമ്പ് തറ വെക്കാൻ ഒക്കുന്നതല്ല, മണ്ണീന്ന് കിട്ടുന്ന നല്ല തൈലക്കൊമ്പ്. അവൻ കൊമ്പ് തറ വെച്ച തൈലം മറിഞ്ഞു പോകും. അവൻ എവിടെങ്കിലും കൊണ്ടിരിക്കാനോ പോകാനോ ഉള്ള നല്ല തൈലാഭിഷേകമുള്ള ഒരു വ്യക്തി. ഹല്ലേലൂയ. തൈലക്കൊമ്പുമായി പുറപ്പെട്ട രാജാവിനെ അഭിഷേകം ചെയ്തിട്ട് മടങ്ങി വരാൻ ഒക്കും. ആമേൻ 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 ആമേൻ. എവിടെയെങ്കിലും പിടിച്ചു നിൽക്കാൻ ഒക്കുകയല്ല. അവൻ നിങ്ങളുടെ മേലുള്ള കൃപാവരങ്ങൾ, നിങ്ങളുടെ കയ്യിലുള്ള സാക്ഷ്യങ്ങളാകാം ഒരുപക്ഷെ തൈലക്കൊമ്പ്. അവൻ നിങ്ങൾക്ക് ലഭിച്ച വിടുതലാകാം ഒരുപക്ഷെ തൈലക്കൊമ്പ്. അവൻ നിങ്ങൾക്ക് ലഭിച്ച നന്മയാകാം ഒരുപക്ഷെ തൈലക്കൊമ്പ്. നിങ്ങൾക്ക് ലഭിച്ച ഒരു പ്രാർത്ഥനയാകാം ഒരുപക്ഷെ തൈലക്കൊമ്പ്. അവൻ നിങ്ങൾക്ക് ലഭിച്ച വിശ്വാസമാകാം ഒരുപക്ഷെ തൈലക്കൊമ്പ്. എന്താണോ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത് അതുമായിട്ട് നിങ്ങൾ പുറപ്പെടുക. അവൻ നിങ്ങളുടെ മുമ്പിൽ അത്ഭുതങ്ങൾ നടക്കും. എന്താണോ നിങ്ങളുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്നത് അതുമായിട്ട് പുറപ്പെടുക. ചിലർക്ക് പ്രാർത്ഥിക്കാൻ കൃപ കാണുകയില്ല, അവൻ ഒന്നും ചെയ്യാൻ കൃപ കാണുകയില്ല. അവര് നല്ല അഭിപ്രായങ്ങൾ പറയും, അത് നിങ്ങളുടെ പേരുടെ തൈലക്കൊമ്പാണ്. ഹല്ലേലൂയ. നല്ല ആലോചനക്കാരൻ യേശു കർത്താവിനെ പറയുന്നുണ്ട്. ചിലപ്പോൾ നല്ല ആലോചന പറയുന്നവനായിരിക്കും, അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തൈലക്കൊമ്പാണ്. അവൻ ചിലപ്പോൾ വിശുദ്ധിയെ കുറിച്ച് പറയുന്നതായിരിക്കും, അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തൈലക്കൊമ്പാണ്. അവൻ ചിലരെ ചേർത്ത് പിടിക്കുന്നതായിരിക്കും, അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തൈലക്കൊമ്പ്. അവൻ ചിലരെ ഓമൻ എന്തെങ്കിലും കൊടുക്കുന്നതായിരിക്കും, അത് നിങ്ങളുടെ കയ്യിലുള്ള തൈലക്കൊമ്പ്. അവൻ ചിലരെ നോക്കി പ്രവചിക്കുന്നതായിരിക്കും, അത് നിങ്ങളുടെ കയ്യിലുള്ള തൈലക്കൊമ്പ്. അവൻ ചിലർക്ക് വേണ്ടി അവൻ ചേർത്ത് പിടിക്കുന്നവരായിരിക്കും, തകർന്നവരെ കൂട്ടിച്ചേർക്കുന്നവരായിരിക്കും, അത് നിങ്ങളുടെ പേരുള്ള തൈലക്കൊമ്പ്. എന്താണെന്ന് നിങ്ങൾ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കി അവൻ രാജകീയ പുരോഹിത അഭിഷേകത്തിനകത്ത് അവൻ നടകൊള്ളുന്നെങ്കിൽ അവൻ ആളുകൾ, അവൻ പിശാച് പറയുന്നതല്ല നടക്കുന്നത്, അവൻ ലോകം പറയുന്നതല്ല നടക്കുന്നത്. അവൻ നിന്റെ വീട്ടിൽ, നിന്റെ ജീവിതത്തിൽ നീ പറയുന്നത് സംഭവിക്കും. അപ്പോൾ ചിലതൊക്കെ നമ്മളിൽ സംഭവിക്കാൻ നമ്മുടെ രാജകീയ പുരോഹിത വർഗം. അടുത്ത് വിശുദ്ധ വംശം. ഇത് നമ്മൾ അറിയണം. വിശുദ്ധ വംശം, നമ്മൾ വിശുദ്ധ വംശമാണ്. അമ്മ എന്ന് വെച്ചിട്ട് ഞാൻ വിശുദ്ധനാന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റൂ? ലോകത്തിൽ ഇറങ്ങാൻ പറ്റുമോ? ഇറങ്ങാതിരിക്കാൻ പറ്റും? പറ്റിയല്ല. പൗലോസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ലോകം വിട്ട് ഓടേണ്ടി വരും. ഹല്ലേലൂയ. ഇല്ലേ, നമ്മൾ ഇപ്പം അമ്മ നമ്മുടെ സമയം ഒരു വിശുദ്ധ വംശമാണ്. മാറുമ്പോ തന്നെ എല്ലാവരും, ഞാൻ ഭയങ്കര വിശുദ്ധനല്ല, നമ്മുടെ അകത്താണ്. അകത്തെ വിശ്വാസം പുറത്തോട്ട് വരുമ്പോഴാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. അകത്തു നിന്നുള്ള പ്രാർത്ഥനയാണ് മറുപടികളെ കൊണ്ടുവരുന്നത്.
ഹല്ലേലൂയ. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞേ, നിങ്ങൾ രഹസ്യത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ആ വാക്കിന് തെളിവ് വേണം. ഉൽപ്പത്തി പുസ്തകത്തില് എല്ലാവർക്കും അറിയാവുന്ന വാക്ക്, അതുകൊണ്ട് എടുത്ത് വായിക്കുന്നില്ല, പെട്ടെന്ന് നിർത്തും. ഞാൻ സ്വന്തം തെളിവ് പറഞ്ഞിട്ട് ഞാൻ നിർത്തും. യാക്കോബ് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വ്യാഴ്ച എനിക്ക് ആ വെളിപ്പാട് ദൈവം തന്നെ. യാക്കോബ് കിടന്നുറങ്ങുന്ന സമയത്ത് ദൈവദൂതനുമായിട്ട്, ഇപ്പൊ കിടന്നുറങ്ങുമ്പോഴല്ല, യാക്കോബ് ലാബാന്റെ അടുക്കൽ നിന്ന് മടങ്ങി വന്ന് ദൂതനുമായിട്ടൊരു മൽപ്പിടുത്തമുണ്ട്. ദൂതനുമായിട്ട് നേരിട്ട് മുഖാമുഖം അവിടെ നിന്നിട്ട് പറഞ്ഞിട്ട്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. അവൻ രഹസ്യത്തിലുള്ള പ്രാർത്ഥന, പരസ്യമല്ല. ഹല്ലേലൂയ. അമ്മ എന്താ വെച്ചാൽ നമ്മൾ എവിടായിരുന്നാലും എന്റെ പ്രാർത്ഥന, നമ്മൾ ഒന്നിച്ചിരിക്കുക. നിങ്ങളൊരു ഭവനമാണ്, ഒരു വ്യക്തി ഒരു ഭവനമായി കണക്കൂട്ടണം. എന്നിട്ട് അതിന്റെ എല്ലാ അറകളും അടച്ച് രഹസ്യത്തിൽ കാണുന്ന പ്രാർത്ഥന പിതാവിനോട് അവിടെ വെച്ച് സംസാരിക്കണം. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന് അവൻ രഹസ്യത്തിൽ ഹൃദയത്തിന്റെ ഉള്ളറക്കകത്ത് നിന്ന് വിശ്വാസമുള്ള ഒരു പ്രാർത്ഥന എന്റെ അകത്ത് വെളിപ്പെട്ട് വരുന്നു. ആ പ്രാർത്ഥനക്കകത്ത് ദൈവം പറയും, അവൻ മോനെ, ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, നിന്റെ സന്തതികളെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ നിന്റെ നന്മകളെ അനുഗ്രഹിച്ചിരിക്കുന്നു, നിന്റെ തലമുറയാ ഒരു അനുഗ്രഹം വെളിപ്പെട്ട് വരും. യേശുവിന്റെ നാമത്തിൽ അവൻ ചിലരുടെയൊക്കെ മേൽ അസാധാരണമായ ദൈവിക അഭിഷേകങ്ങൾ വ്യാപരിക്കട്ടെ. അവൻ ദൈവിക വിശ്വാസങ്ങൾ വെളിപ്പെട്ട് വരട്ടെ. അവൻ മുഖങ്ങൾ തകരട്ടെ. അവൻ രോഗങ്ങൾ അഴിഞ്ഞുമാറട്ടെ. അവൻ ചില രോഗാത്മാക്കൾ എന്നേക്കുമായി വിടുതലയട്ടെ. അവൻ ചില പൈശാചിക രോഗങ്ങൾ ഇന്ന് പകൽ വിട്ടുമാറട്ടെ. രോഗത്തിന്റെ പിന്നിലുള്ള പൈശാചികൾ തകരട്ടെ. അവൻ നന്മയുടെ പിന്നിലുള്ള പൈശാചികൾ തകരട്ടെ. ഇരുട്ടിന്റെ പിന്നിലുള്ള അവൻ കുടുംബ സമാധാനത്തിന്റെ പിന്നിലുള്ള പൈശാചികൾ തകരട്ടെ. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉപവസിക്കുമ്പോൾ രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവിനെ വിളങ്ങേണ്ടതിന് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് സംസാരിപ്പം വചനം പറയുന്നത് പോലെ ഇന്ന് പകൽ എന്റെ പ്രാർത്ഥന, നിങ്ങളുടെ പ്രാർത്ഥന, സഭയുടെ പ്രാർത്ഥന, നമ്മൾ നമ്മുടെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, അവരെ ആദരം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ പുറമേയുള്ള ഒരു ശബ്ദമല്ല, അകത്തു നിന്ന് പുറത്തു വരുന്ന വിശ്വാസത്തിന്റെ ശബ്ദങ്ങൾ ഇന്ന് പകൽ പുറത്തു വരുന്നുവെങ്കിൽ ആരുടെയൊക്കെ വീട്ടിനകത്ത് ചില മുഖങ്ങൾ പൊട്ടിമാറുന്നത് പോലെ, ചില മുഖങ്ങൾ പൊട്ടിമാറുന്നത് പോലെ ഇന്ന് പകലത് സംഭവിക്കുകയാണ്. മക്കളെ പ്രാർത്ഥനയാലും ഉപവാസത്താലും ചിലതൊക്കെ വിട്ടുമാറുകയാണ്. ചില വിട്ടുമാറുകയാണ്. ജാതികൾ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ പറയുന്നു, പൈശാചിക ലോകങ്ങൾ നമ്മെ വിട്ടുമാറുകയാണ്. ഞാൻ ആത്മാവിന്റെ കാഴ്ച കണ്ടെന്ന് പറയാം. ഇവിടെ നിൽക്കുന്ന ഞാൻ ഇത്ര കാലം നിന്ന് പ്രാർത്ഥിച്ചപ്പോ പിശാച് ഇവിടെ നിന്ന് സംസാരിക്കും. പക്ഷെ എനിക്ക് നിന്ന് തിരിയാനൊക്കെ സ്ഥലമുണ്ട്, ഇച്ചിരി വട്ടം കറങ്ങാനൊക്കെ സ്ഥലമുണ്ട്, പക്ഷെ വിശാലത വരുന്നില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ, ഏത് വിഷയത്തിന്റെ കുടുങ്ങിയോ, അതിനകത്തൊരു വിശാലത എന്റെ ദൈവമായിട്ടുകയാണ്. ഈ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഒരു വിടുതൽ ദൈവമായിട്ടുകയാണ്. നിന്റെ വഴിയിൽ വിശാലത വരുന്നു. തലമുറയുടെ മുമ്പിൽ വിശാലത വരുന്നു. അടഞ്ഞ വഴികൾ തുറക്കുന്നു. മക്കളെ, നമുക്കൊരു ഇട്ടാവട്ടം വരച്ച് അതിനകത്ത് വൃത്തത്തിനകത്ത് കയറിയിരുന്ന് കുത്തിയിരുന്ന് കരയാനുള്ളതല്ല വിശ്വാസ ജീവിതം. ആരെങ്കിലും ഒരു വൃത്തം വരച്ചു ഇതിനപ്പുറം കടന്നുകൂടാ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വൃത്തത്തിനകത്ത് നിൽക്കുന്നതല്ല ദൈവ പൈതൽ. ഒരു ദൈവ പൈതൽ വിശ്വസിച്ച് ഏറ്റെടുക്ക്. നിന്റെ പരിധി നിർണ്ണയിക്കുന്നത് പിശാചല്ല, ഏതെങ്കിലും അഭിചാരകനല്ല, ഏതെങ്കിലും മന്ത്രവാദിയല്ല, ഏതെങ്കിലും മനുഷ്യനല്ല. നിന്റെ പരിധി നിർണ്ണയിക്കുന്നത് സ്വർഗ്ഗത്തിലെ ദൈവമാണ്. പരിധികൾ
അതിന്റെ കഴുതക്കുട്ടിയെ കെട്ടിയിട്ടിരുന്ന് യേശു കർത്താവിന്റെ കഴുത ഇങ്ങോട്ട് അഴിച്ചുവിട്. അമ്മ അതിനെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുപോ. അമ്മ അടുത്ത് വന്ന് യേശു കർത്താവ് അതിന്റെ മേഖലയിൽ കയറിയപ്പോ അതിന്റെ പൊട്ടിയതുപോലെ ഇന്ന് പകൽ ചിലതിന്റെ പരിമിതികളെ അമ്മ ചിലർക്ക് കെട്ടിയിട്ടിട്ട് ഒതുക്കിയിടാൻ നോക്കുന്ന ചില പരിമിതികൾ പൊട്ടിച്ച് അവൻ നിന്റെ ജീവിതത്തിൽ വിശാലത വരുത്താൻ. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നു. അവൻ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നു. അവൻ ദൈവം വീര്യപ്രവൃത്തികളെ ചെയ്യുന്നു. അവൻ ദൈവം അത്ഭുതങ്ങളെ ചെയ്ത് നിങ്ങളെ കാണിപ്പാൻ. അവൻ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാ. അവൻ നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരല്ല. അവൻ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാ. അവൻ നിങ്ങൾ പ്രവർത്തിക്കണം. ഹല്ലേലൂയ. അവൻ എന്നോട് പരിശുദ്ധാത്മാവ് ഒരു മുഖം പൊട്ടുക പറയാം. എന്നോട് പറഞ്ഞു ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഒരു പരിധിയോട് ഒരു വട്ടം വരുന്നില്ല. അതിനപ്പുറത്തോട്ട് പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് രാത്രി ദൈവം അതൊക്കെ ചെയ്യാൻ പോകുന്നത്.